السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما نافعا. ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിദഹുള്ളയുടെ അൽ ഇർഷാദ് ഇലാ സ്വഹീഹിൽ ഇഅ്തിഖാദ് എന്ന വിശ്വാസ കാര്യങ്ങൾ വിവരിക്കുന്ന അഖീദ കിതാബ് അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ തൗഹീദ് റുബൂബിയ്യത്തും തൗഹീദ് ഉലൂഹിയ്യത്തും അവ രണ്ടും പരസ്പരമുള്ള ബന്ധവുമാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി 38-ാമത്തെ പേജാണ് എൻ്റെ കയ്യിലുള്ള കിതാബിൽ ഉള്ളത്. PDF അതിനാണ് എനിക്കറിയില്ല. അസാലീബുൽ ഖുർആൻ ഫി ദഅവത്തി ഇലാ തൗഹീദിൽ ഇലാഹിയ്യത്തി എന്ന ഭാഗമാണ് നമുക്ക് വായിക്കാനുള്ളത്. അസാലീബുൽ ഖുർആൻ ഫി ദഅവത്തി ഇലാ തൗഹീദിൽ ഇലാഹിയ്യ, തൗഹീദുൽ ഇലാഹിയത്തിലേക്ക് അല്ലെങ്കിൽ തൗഹീദുൽ ഉലൂഹിയത്തിലേക്ക്, തൗഹീദുൽ ഇബാദത്തിലേക്ക് ഖുർആൻ ക്ഷണിച്ച വ്യത്യസ്തമായ ശൈലികൾ. എല്ലാ അമ്പിയാക്കളും വന്നത് തൗഹീദിലേക്ക് ക്ഷണിക്കാനാണ്. അത് വ്യത്യസ്ത ശൈലിയിലാണ് വിശുദ്ധ ഖുർആൻ അത് ദഅവത്ത് നിർവഹിച്ചത്. അതിലെ പ്രധാനപ്പെട്ട ഏതാനും ശൈലികളാണ് ഈ ബാബിൽ ഷെയ്ഖ് ഹഫിദഹുല്ല വിവരിക്കുന്നത്. കണ്ടില്ലേ പേജ്? ഓക്കെ അല്ലേ? 27? ആ ഓക്കെ. PDF 27 ലമ്മാ കാന തൗഹീദുർ റുബൂബിയ്യത്തി ഖദ് അഖറ ബിഹി الناس ബിമൂജിബി ഫിത്രിഹിം വനദരിഹിം ഫിൽ കൗനി. ആളുകൾ തങ്ങളുടെ പ്രകൃതിയാൽ തന്നെ തൗഹീദ് റുബൂബിയ്യത്ത് അവരുടെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് ലോകത്ത് തുച്ഛം ആളുകളല്ലാതെ നിഷേധിച്ചിട്ടില്ല. അവർക്ക് തന്നെയും ഉള്ളിൽ അത് കാര്യം ബോധ്യമുണ്ട് താനും. അപ്പോൾ ആ നിലക്ക് എല്ലാവരുടെയും പ്രകൃതിയാൽ തന്നെ സ്വീകരിക്കാൻ അവർ തരപ്പെട്ട പാകപ്പെട്ട കാര്യമാണ് തൗഹീദ് റുബൂബിയ്യ. വകാന ഇഖ്റാറു ബിഹി വഹ്ദഹു ലാ യക്ഫീ ലിൽ ഈമാൻ ബില്ലാഹ് വലാ യുൻജി സ്വാഹിബഹു മിൻ അദാബ്. അതുകൊണ്ട് മാത്രം ഒരാളുടെ അള്ളാഹുവിലെ വിശ്വാസം ശരിയാവുകയുമില്ല, അതുകൊണ്ട് മാത്രം ഒരാൾ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയുമില്ല എന്നതിനാൽ തൗഹീദ് റുബൂബിയ്യത്ത് ശരിയായാൽ മാത്രം സൃഷ്ടാവ് അള്ളയാണ്, നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ്, അന്നദാതാവ് അള്ളാഹുവാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രം ഒരാളുടെ ഈമാൻ ശരിയാവുകയില്ല. അയാൾ അത് കൊണ്ട് മാത്രം ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അർഹനായി മാറുകയുമില്ല എന്നതിനാൽ റക്കസത് ദഅവാത്തുർ റുസുലി അലാ തൗഹീദിൽ ഇലാഹിയ്യ. അതിനാൽ പ്രവാചകന്മാരുടെ മുഴുവൻ ദഅവത്ത് കേന്ദ്രീകരിച്ചത് തൗഹീദുൽ ഇലാഹിയത്തിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, ഇലാഹിയത്ത് എന്ന് പറയാം, ഉലൂഹിയത്ത് എന്ന് പറയാം, തൗഹീദുൽ ഇബാദത്ത് എന്നും പറയാം. അപ്പോൾ പ്രവാചകന്മാരെല്ലാം മുർസലീങ്ങളെല്ലാം കേന്ദ്രീകരിച്ചത് തൗഹീദുൽ ഉലൂഹിയ, ആരാധ്യനായ അള്ളാഹു മാത്രം എന്ന പോയിൻ്റാണ് പ്രവാചകന്മാരെല്ലാം ദഅവത്ത് നടത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചത്. കാരണം തൗഹീദ് ഉലൂഹിയത്ത് ഇല്ലാതെ റുബൂബിയ്യത്ത് കൊണ്ട് മാത്രം ഒരാൾ മുഅ്മിനായി അംഗീകരിക്കപ്പെടുകയില്ല, അയാൾ സ്വർഗാവകാശിയായി മാറുകയുമില്ല. ഖുസൂസൻ ദഅവത്തു ഖാതമി റസൂലി നബിയിനാ മുഹമ്മദിൻ അലൈഹി വഅലൈഹിം അഫ്ദലുസ് സ്വലാത്തി വസ്സലാം. വിശിഷ്യ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്ത് തൗഹീദുൽ ഉലൂഹിയത്തിലാണ് കേന്ദ്രീകരിച്ചത്. ഫകാന യുതാലിബുൻ നാസ ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി തങ്ങൾ ആളുകളോട് ആവശ്യപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാനാണ്. സട്ടാവല്ലാതെ അള്ളാഹു ഇല്ലാതെ പ്രഖ്യാപിക്കൂ എന്നല്ല നബി ആവശ്യപ്പെട്ടത്. ഇലാഹായി അള്ളാഹു മാത്രമെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കൂ എന്നാണ് നബി തങ്ങൾ അവിടെ ആവശ്യപ്പെട്ടത്. അൽ മുതളമ്മിനത്തി ലിഇബാദത്തില്ലാഹി വതർകി ഇബാദത്തി മാ സിവാ. റബ്ബിനെ മാത്രം ആരാധിക്കണമെന്നും അള്ളാഹു അല്ലാത്ത ആരാധ്യരെ ഒഴിവാക്കണമെന്നുള്ള ആശയം ഉൾക്കൊള്ളുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറയാനാണ് നബി തങ്ങൾ ആ സമൂഹത്തോട് ആവശ്യപ്പെട്ടത്. ഫകാനു യംഫിറൂന മിൻഹു. അവരാവട്ടെ നബിയിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത്.
അവർ പറയുകയും ചെയ്തു, അജഅലൽ ആലിഹത ഇലാഹം വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. എല്ലാ ഇലാഹുകളെയും ഇയാൾ ഒറ്റ ഇലാഹാക്കുകയാണോ, ഇത് വല്ലാത്ത അത്ഭുതം തന്നെ എന്നാണ് അവർ പ്രതികരിച്ചത്. അല്ലാതെ എല്ലാ സൃഷ്ടാക്കളെയും കൂടി ഒരു സൃഷ്ടാവാക്കുകയാണോ ചോദിച്ചിട്ടില്ല. എല്ലാ മുദബ്ബിറിനെയും ഒരു മുദബ്ബിറാക്കുകയാണോ ചോദിച്ചിട്ടില്ല. നേരെ മറിച്ച് എല്ലാ ഇലാഹുകളെയും കൂടെ ഒറ്റ ഇലാഹാക്കാനാണ് ഈ പറയുന്നത്, ഇത് വല്ലാത്ത അത്ഭുതമാകുന്നു എന്നാണ് അവർ പ്രതികരിച്ചത്. അപ്പം നബിതങ്ങൾ ഏറ്റവും പ്രധാനമായി പ്രബോധനം ചെയ്തത് തൗഹീദുൽ ഉലൂഹിയ്യ, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അവർ അംഗീകരിക്കാതെ പോയതും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. വഹാബലു മഅർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യത്രുക ഹാദിഹി ദഅവത വയുഖല്ലി ബൈനഹും വബൈന ഇബാദത്തിൽ അസ്നാം. നബിതങ്ങൾ ഈ ദഅവത്ത് അവസാനിപ്പിക്കാനും അവർക്ക് അവിടെ ആ വിഗ്രഹാരാധനയുമായി മുന്നോട്ട് പോകാൻ നബിതങ്ങൾ ഒഴിവാക്കി കൊടുക്കാനുമെല്ലാം അവർ പലവിധ പരിശ്രമങ്ങൾ നിർവഹിച്ചു. നബി ദഅവത്ത് നിർത്തിക്കിട്ടിയെങ്കിൽ, ഒരിക്കൽ പോലെ ശുർക്കുമായി പോകാൻ പറ്റിയെങ്കിൽ എന്ന് അവർ ഒരുപാട് പരിശ്രമിച്ചു. വബദലു ഫീ ദാലിക മഅഹു കുല്ലൽ വസാഇൽ. എല്ലാ മാധ്യമങ്ങളും അതിനു വേണ്ടി അവർ വിനിയോഗിക്കുകയും ചെയ്തു. ബിത്തർഗീബി താറത്തൻ വബിത്തർഹീബി താറത്തൻ. പ്രലോഭനങ്ങൾ കൊണ്ടും പ്രകോപനങ്ങൾ കൊണ്ടും നബിയെ പിന്തിരിപ്പിക്കാൻ അവർ പരിശ്രമിച്ചു. നബിക്ക് ഒരുപാട് ഓഫർ കൊടുത്തു. ദഅവത്ത് നിർത്തുകയാണെങ്കിൽ, ഈ തൗഹീദ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ തരാം അങ്ങനെ തരാം, കുറേ ഓഫറുകൾ. അതിന് കീഴടങ്ങാതെ വരുമ്പോൾ ഒരുപാട് ഭീഷണികൾ രണ്ടും അവർ നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ വഹുവ അലൈഹിസ്സലാത്തു വസ്സലാം യഖൂൽ, നബിതങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? വല്ലാഹി ലൗ വലഉ ശംസ ബിയമീനി വൽ ഖമറ ബിശിമാലി അലാ അൻ അത്രുക ഹാദൽ അംറ ലാ അത്രുകുഹു. അല്ലാഹുവാണ് സത്യം, വലത്തെ കയ്യിൽ സൂര്യനും ഇടത്തെ കയ്യിൽ ചന്ദ്രനെയും വെച്ച് തന്നാലും ശരി, ഈ കാര്യം ഞാൻ ഒഴിവാക്കുകയില്ല. ഹത്താ യുദ്ഹിറഹുല്ലാഹ്, ഒന്നുകിൽ അല്ലാഹു തആല ഇതിനെ വിജയിപ്പിക്കും, ഔ അഹ്ലികഹു ഔ അഹ്ലിക ദൂനഹു, അല്ലെങ്കിൽ ആ വഴിയിൽ ഞാനങ്ങ് നശിച്ചോട്ടെ, എന്നാലും വേണ്ടില്ല ഈ ദഅവത്ത് അവസാനിപ്പിക്കാൻ ഞാനില്ല എന്ന് നബി തങ്ങൾ അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നെ കൊന്നുകളയാണെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ അങ്ങനെയാണ്ട് ഈ വഴി ഞാനങ്ങ് മരിക്കട്ടെ, ഇല്ലെങ്കിൽ നബി അല്ലാഹു തആല ഇതിനെ പൂർത്തീകരിക്കട്ടെ, രണ്ടാലൊന്ന് സംഭവിക്കും. ഞാൻ ഏതായിരുന്നാലും തൗഹീദ് പറയാതെ മാറി നിൽക്കാൻ ഞാനില്ല എന്ന് നബി തങ്ങൾ അവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. വകാനത്ത് ആയാത്തുല്ലാഹി തതനസ്സലു അലൈഹി ബിദ്ദഅവതി ഇലാ ഹാദ തൗഹീദ്. ഈ തൗഹീദിലേക്ക് ക്ഷണിക്കാനായി കൽപ്പിക്കുന്ന ആയത്തുകൾ നബി തങ്ങൾക്ക് ഒന്നിനെ പിറകെ ഒന്നായി അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുക്കുമായിരുന്നു. വറദ്ദ അലാ ശുബ്ഹാത്തിൽ മുശ്രികീന വഇഖാമത്തിൽ ബറാഹീൻ അലാ ബുത്ലാനി മാ ഹും അലൈഹി. അവരുടെ എന്തെല്ലാം ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ അതിനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട്, അവർക്കെതിരെ എല്ലാത്തിനും ബുർഹാൻ തെളിവുകൾ സ്ഥാപിച്ചുകൊണ്ട്, അവർ ചെയ്യുന്ന കാര്യം ബാത്തിലാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടൊക്കെ അല്ലാഹു തആല ആയത്തുകൾ അങ്ങനെ നബിക്ക് ഇറക്കി കൊടുക്കും. ആ ആയത്ത് നബിയോട് ഓതി കേൾപ്പിക്കും, എന്നിട്ട് അവരോട് ദഅവത്ത് നടത്തുമായിരുന്നു. വഖദ് തനവ്വഅത് അസാലീബുൽ ഖുർആനി ഫി ദഅവത്തി ഇലാ തൗഹീദിൽ ഇലാഹിയ്യ വഹാ നഹ്നു നദ്കുർ ജുംലതൻ മിൻഹാ. ഇലാഹിയത്തിലേക്കുള്ള ഈ തൗഹീദ് ഉലൂഹിയയിലേക്കുള്ള ദഅവത്ത് വ്യത്യസ്ത തലത്തിലാണ് വിശുദ്ധ ഖുർആൻ നിർവഹിച്ചത്. അതിൽ പ്രധാനമായതാ നാം താഴെ പറയാം. ഒന്ന്, അംറുഹു സുബ്ഹാനഹു വ തആല ബിഇബാദത്തിഹി വ തർകി ഇബാദത്തി മാ സിവാ. ഒന്ന്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അല്ലാഹു അല്ലാത്ത മറ്റൊന്നിനെയും ആരാധിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി പറയുന്ന ആയത്തുകൾ ഖുർആനിൽ ധാരാളം കാണാം. റബ്ബിനെ മാത്രം ആരാധിക്കൂ എന്ന് പഠിപ്പിക്കുന്ന ആയത്തുകൾ. ഉദാഹരണമായി വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവീൻ, വലാ തുശ്രികൂ ബിഹി ശൈആ, അവനെ യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. വഖൗലിഹി യാ അയ്യുഹന്നാസ് വഅബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, ജനങ്ങൾ നിങ്ങൾ റബ്ബിനെ ആരാധിക്കുവീൻ. ഇലാ ഖൗലിഹി ഫലാ തജ്അലു ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ, ആ റബ്ബിൽ നിങ്ങൾ പങ്കുകാരെ ഉണ്ടാക്കരുത്. ഇങ്ങനെയുള്ള ശൈലികളാണ് ഒരു ശൈലി. നേരെ റബ്ബിനെ മാത്രം ആരാധിക്കുവീൻ, അല്ലാത്തവയെ ആരാധിക്കാതിരിക്കുവീൻ എന്ന് പ്രഖ്യാപിക്കുന്ന വചനങ്ങൾ. രണ്ടാമത്തെ ശൈലി വമിൻഹാ ഇഖ്ബാറുഹു സുബ്ഹാന അന്നഹു ഖലഖൽ ഖൽഖ ലിഇബാദത്തിഹി. സൃഷ്ടാവായ അല്ലാഹു തആല
ഈ സൃഷ്ടികൾ മുഴുവൻ സൃഷ്ടിച്ചത് തന്നെ അവനെ ആരാധിക്കുവാനാണ് എന്ന് അറിയിക്കൽ. അത് മറ്റൊരു ശൈലിയാണ്. നിങ്ങൾ സൃഷ്ടിച്ചത് റബ്ബിനെ മാത്രം ആരാധിക്കാനാണ്. ഉദാഹരണമായി കമാഫി ഖൗലിഹി തആല വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നാവട്ടെ ഇൻസാവട്ടെ നാം സൃഷ്ടിച്ചത് എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാകുന്നു എന്ന് പറയുന്ന ശൈലികൾ. 3 വമിൻഹ ഇഖ്ബാറുഹു അൻഹു അർസല ജമീഅ റുസുലി ബിദ്ദഅവതി ഇലാ ഇബാദത്തിഹി വന്നഹി അൻ ഇബാദത്തി മാ സിവാഹു. എല്ലാ റസൂലുമാരെയും അല്ലാഹു അയച്ചത് റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് പറയാനാണ് എന്ന് പറയുന്ന ശൈലി. ഉദാഹരണമായി വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലുമാരെ അയച്ചിട്ടുണ്ട്. ആ റസൂലുമാർ പറഞ്ഞ ആശയം അൻ ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവീൻ, വജ്തനിബുത് ത്വാഗൂത്ത്, അവന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാ ത്വാഗൂത്തിനെയും നിങ്ങൾ വെടിയുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഉമ്മത്തിലേക്കും റസൂലുമാരെ നാം നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. 4ാമത്തെ ശൈലി വമിൻഹ അൽ ഇസ്തിദ്ലാലു അലാ തൗഹീദിൽ ഇലാഹിയ്യത്തി ബിൻഫിറാദിഹി ബിർറുബൂബിയ്യത്തി വൽ ഖൽഖി വത്തദ്ബീർ. ഖൽഖ്, തദ്ബീർ, റുബൂബിയ്യത്ത്, സൃഷ്ടിപ്പ്, നിയന്ത്രണം, രക്ഷകർതൃത്വം, ഇത് അല്ലാഹ് മാത്രമാണ്, അതിനാൽ റബ്ബിനെ മാത്രം ആരാധിക്കണേ എന്ന് പറയുന്ന ശൈലി. അള്ളാഹുവിൻ്റെ ഖൽഖും തദ്ബീറും സ്ഥാപിച്ചു കൊടുത്തുകൊണ്ട് അതുകൊണ്ട് ആ ഖാലിഖായ മുദബ്ബിറായ റബ്ബായ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ഉദാഹരണം കമാ ഫി ഖൗലിഹി സുബ്ഹാന യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങൾ റബ്ബിനെ ആരാധിക്കുവീൻ, അവനാണ് നിങ്ങൾ സൃഷ്ടിച്ചത്, നിങ്ങളെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനായ റബ്ബിനെ ആരാധിക്കും. അപ്പോൾ റബ്ബ് സൃഷ്ടാവാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുക. വഖൗലിഹി ലാ തസ്ജുദൂ ലിശ്ശംസി വലാ ലിൽഖമർ വസ്ജുദൂ ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന. നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സുജൂദ് ചെയ്യരുത്, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചവനെ നിങ്ങൾ സുജൂദ് ചെയ്യുവീൻ. അത് മറ്റൊരു ശൈലിയാണ്. അപ്പം അല്ലാഹുവിന്റെ ഖൽഖ് എടുത്തു പറഞ്ഞിട്ട് ഈ ഖൽഖ് നടത്തിയവൻ, സൃഷ്ടിപ്പ് നടത്തിയവൻ ആരോ അവന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. വഖൗലിഹി അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്. സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കാത്തവനും തുല്യമാകുമോ? അവർ തുല്യമാവില്ല. എങ്കിൽ അള്ളാഹ് സൃഷ്ടിക്കുന്നവനാണ്, മറ്റു പടപ്പുകളെല്ലാം സൃഷ്ടിക്കാത്തവരാണ്. അവർ സൃഷ്ടിക്കാത്തവരെ ആരാധിച്ചുകൂടാ, സൃഷ്ടിക്കുന്നവരെയാണ് ആരാധിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു. 5ാമത്തത് വമിൻഹൽ ഇസ്തിദ്ലാലു വുജൂബി ഇബാദത്തി സുബ്ഹാന ബിൻഫിറാദിഹി ബിസിഫാത്തിൽ കമാലി വൻതിഫാഇ ദാലിക അൻ ആലിഹത്തിൽ മുശ്രിക്കീൻ. കമാലിയത്തിൻ്റെ വിശേഷണങ്ങൾ, പരിപൂർണതയുടെ എല്ലാ സിഫാത്തും അല്ലാഹ്ക്ക് മാത്രമാണ് എന്നും ആരാധ്യരായി സ്വീകരിച്ച ഒന്നിനും അത്തരം സിഫാത്തില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് അതിനാൽ ഈ കമാലിയത്തുള്ളതാരാണോ അവനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുക. ഉദാഹരണം ഫഅ്ബുദ്ഹു വസ്തബിർ ലിഇബാദത്തി ഹൽ തഅലമു ലഹു സമീയ. അവനോട് പേരൊത്തവനെ നിനക്കറിയുമോ? അല്ലാഹുവിനോട് പേരൊക്കുന്ന ആരുമില്ല, അതുകൊണ്ട് ഫഅ്ബുദ്ഹു, അവനെ ആരാധിക്കണം. അല്ലാഹ് നിങ്ങൾ ആരാധിക്കുവീൻ, ആ ഇബാദത്തിൽ ക്ഷമ അവലംബിക്കുവീൻ, കാരണം ഹൽ തഅലമു ലഹു സമീയ, അവനോട് നാമമൊത്തവനെ നിനക്കറിയുമോ? അപ്പം റബ്ബിനോട് ഒക്കുന്ന ആരുമില്ല, അതുകൊണ്ട് ഇബാദത്തും ആ റബ്ബിന് മാത്രം. ഒക്കുന്ന ആളുണ്ടെങ്കിൽ അവനും കൊടുക്കാമായിരുന്നു, അങ്ങനത്തെ ആരുമില്ല എന്ന് പഠിപ്പിക്കുക. വഖൗലിഹി വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. ഏറ്റവും മെച്ചപ്പെട്ട നാമങ്ങൾ അല്ലാഹുവിനുള്ളതാണ്, അതിനാൽ നിങ്ങൾ അത് മുഖേന ദുആ ചെയ്യുവീൻ. അപ്പോൾ വേറെ ആർക്കും അസ്മാഉൽ ഹുസ്ന ഇല്ല, അസ്മാഉൽ ഹുസ്ന അല്ലാഹ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് അസ്മാഉൽ ഹുസ്ന ആർക്കാണുള്ളത് അവനോട് പ്രാർത്ഥിക്കുവീൻ എന്ന് പറയുക. വഖൗലിഹി അൻ ഖലീലിഹി ഇബ്രാഹിം ഇസ്ലാം, ഇബ്രാഹിം നബി ഇസ്ലാം പറഞ്ഞതായി അല്ലാഹ് പ്രഖ്യാപിച്ചു, യാ അബതി ലിമാ തഅബ്ദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എന്തിനാണ് വാപ്പ കാണാത്ത കേൾക്കാത്ത ഒരു ഉപകാരം ചെയ്യാത്തവനെ നിങ്ങൾ ആരാധിക്കുന്നത്? അപ്പം അള്ളയാണ് കാണുന്നവൻ, അള്ളയാണ് കേൾക്കുന്നവൻ, അള്ളയാണ് ഉപകാരം ചെയ്യുന്നവൻ. മറ്റു ആരാധ്യർ കാണാത്തവരാണ്, കേൾക്കാത്തവരാണ്, ഉപകാരം ചെയ്യാത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ ആരാധിക്കുന്ന അർത്ഥമില്ല. വഖൗലിഹി ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും. നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ നിങ്ങൾ ദുആ അവർ കേൾക്കുകയില്ല. വഖൗലിഹി വത്തഖദ ഖൗമു മൂസ മിൻ ബഅദിഹി മിൻ ഉലിഹിം ഇജ്ലൻ ജസദൻ ലഹു ഖുവാർ. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗറാത്ത് വാങ്ങാൻ പോയപ്പോൾ
ആ സമൂഹത്തിന് വേണ്ടി അവിടുത്തെ സാമിരി സ്വർണം കൊണ്ടൊരു ആഭരണം കൊണ്ടൊരു പശുക്കുട്ടിയെ നിർമ്മിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ അല്ല പറയാ, അലം യറൗ, അവർ കാണുന്നില്ലേ, അന്നഹു ലാ യുകല്ലിമുഹും, ആ പശുക്കുട്ടി അവരോട് സംസാരിക്കുന്ന പോലുമില്ല, വലാ യഹ്ദീഹിം സബീല, അവർക്കൊരു മാർഗദർശനം കാണിക്കുന്നുമില്ല, എന്നിട്ടും അതിനെ അവർ ആരാധിക്കുകയാണോ? ആ മറ്റു ആരാധകന്മാർക്കൊന്നും ഇത്തരം സിഫാത്തില്ല, വിശേഷണങ്ങളില്ല. കമാലിയത്തിൻ്റെ വിശേഷണങ്ങൾ പടച്ച റബ്ബിന് മാത്രമേ ഉള്ളൂ. അതിനാൽ ഈ സിഫത്ത് ആർക്കാണോ ഉള്ളത് അവനെയെ ആരാധിക്കാവൂ എന്ന് പഠിപ്പിക്കുന്നു. ആറാമത്തത് തഅജീസുഹു ലിആലിഹത്തിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾ എന്തിനെല്ലാം ഇലാഹായി സ്വീകരിച്ചുവോ അവയൊന്നും ഒന്നിനും കഴിവില്ലാത്തവരാണ് എന്ന് സ്ഥാപിക്കുക. കഴിവുണ്ട് എന്ന ധാരണയിലാണല്ലോ തേടുന്നത്, എന്നാൽ ഒരു കഴിവുമില്ല ഇത് സ്ഥാപിച്ചു കൊടുക്കുക. ഉദാഹരണം, അയുശ്രികൂന മാ ലാ യഖ്ലുഖു വഹും യുഖ്ലഖൂൻ, ഒന്നിനെയും സൃഷ്ടിക്കാത്തതിനെയാണോ അവർ പങ്കു ചേർക്കുന്നത്, അവയാകട്ടെ സൃഷ്ടിക്കപ്പെട്ടവയുമാണ്. വലാ യസ്തതിഉന ലഹും നസ്റ വലാ അൻഫുസഹും യൻസുറൂൻ, ആ ആരാധന്മാർക്കൊന്നും സഹായിക്കാൻ കഴിയില്ല, അവയെ തന്നെയും സഹായിക്കുകയില്ല. സ്വന്തം പ്രശ്നം പോലും തീർക്കാൻ കഴിയാത്ത ഇലാഹുകളാണിത്, അതിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? വഖൗലിഹി തആല ഖുൽ ഉദ്ഉ അല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികുന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്ബീല, നബിയെ തങ്ങൾ പറയൂ, പടച്ച റബ്ബിന് പുറമെ നിങ്ങൾ ആരോടൊക്കെ ദുആ ചെയ്യുന്നുണ്ടോ ഒന്ന് വിളിക്കൂ നിങ്ങൾ അവരെ, അവർക്കൊന്നും നിങ്ങളെ പ്രയാസം തീർക്കാൻ സാധ്യമല്ല. നിങ്ങളെ പ്രയാസം തൽക്കാലം അങ്ങോട്ട് മാറ്റി വെക്കാൻ പോലും കഴിയുകയില്ല. പറ്റ മാറിയില്ലെങ്കിലും ഇതെടുത്ത് അപ്പുറത്തേക്ക് വെക്കുക, അതിന് ലേശം ചെറുതാക്കി കൊടുക്കുക, അതിന് പോലും കഴിയാത്തവയാണോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? വഖൗലിഹി തആല വയഅബ്ദൂന മിൻ ദുനില്ലാഹി മാ ലാ യംലികു ലഹും റിസ്ഖൻ മിനസ് സമാവാതി വൽ അർളി ശൈഅ വലാ യസ്തതിഊൻ, ആകാശങ്ങളിലോ ഭൂമിയിൽ നിന്നോ നിങ്ങൾക്ക് ഒരു റിസ്ക്കും തരാൻ കഴിയാത്ത, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത, ഒരു കഴിവുമില്ലാത്തവയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ഖുർആൻ മറ്റൊരു ചോദ്യമാണ്. വഖൗലിഹി തആല യാ അയ്യുഹന്നാസ് ദുരിബ മസലും ഫസ്തമിഊ ലഹ്, ജനങ്ങളെ ഇതാ ഉദാഹരണം പറയപ്പെട്ടിരിക്കുന്നു, ശ്രദ്ധിച്ചു കേൾക്കുവീൻ. തൗഹീദ് സ്ഥാപിക്കുക അല്ലാഹ് പറഞ്ഞൊരു വചനമാണിത്. ജനങ്ങളെ ഉദാഹരണം പറയപ്പെട്ടിരിക്കുന്നു, ശ്രദ്ധിച്ചു കേൾക്കുവീൻ. എന്താ ഉദാഹരണം? ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബ, പടച്ച റബ്ബിനെ പുറമെ നിങ്ങൾ ആരോടൊക്കെ ദുആ ചെയ്യുന്നുവോ അവയൊന്നും ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുന്നില്ല. വലബിജ്തമഊ ലഹു, അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയാലും ശരി, ഏതെല്ലാം ഇലാഹുകൾ ലോകത്തുണ്ടോ ആ ഇലാഹുകൾ മുഴുവനും ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും പടക്കുകയില്ല. ഈച്ചയെ പടക്കുക എന്ന് മാത്രമല്ല, അവരിൽ നിന്ന് ഈച്ച വല്ലതും തട്ടിയെടുത്താൽ അത് ഈച്ചയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പോലും ഈ ഇലാഹുകൾക്ക് സാധ്യമല്ല. ഇലാഹിന് മുമ്പിൽ കൊണ്ടുപോയി വെച്ച നിവേദ്യത്തിൽ ഈച്ച ഇരിക്കും, അത് ആട്ടാൻ പോലും കഴിയാത്ത ഇലാഹിനെയാണ് നമ്മുടെ ജീവിതത്തെ എല്ലാ പ്രശ്നവും തീർക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഏതായിരുന്നു മനസ്സിലായില്ല? അതെ, അല്ല, അവിടെ ഖൽഖ് എന്നുള്ളത് അള്ളാഹുലേക്ക് ചേർക്കുന്ന അർത്ഥത്തിൽ ഒരാൾക്കും ചേർക്കൂല. ഖൽഖ് വ്യത്യസ്ത അർത്ഥം ഉപയോഗിക്കും. 4-5 പ്രയോഗങ്ങളിൽ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് ഖൽഖ് എന്നുള്ളത്. വെറും രൂപപ്പെടുത്തിയെടുക്കുക, അതിന് ഖൽഖിന് അർത്ഥമുണ്ട്. കളവുണ്ടാക്കി പറയാം, അതിന് ഖൽഖിന് അർത്ഥം ഉപയോഗിക്കലുണ്ട്. ഇപ്പം റബ്ബിനെ പറ്റി ഖൽഖ് എന്ന് പറഞ്ഞത് ആ അർത്ഥത്തിൽ ഒരു പടപ്പിനെ പറ്റിയും ഖൽഖ് എന്ന് പ്രയോഗിക്കുകയില്ല. അത് ഭാഷയിൽ പ്രയോഗിച്ചെങ്കിൽ തന്നെ അത് മറ്റൊരർത്ഥമാണ്. അന്നി അഖ്ലുഖുലക്കും തീൻ എന്ന് ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഞാൻ മണ്ണ് കൊണ്ട് കളിമണ്ണ് കൊണ്ട് ഞാൻ രൂപമുണ്ടാക്കും. അന്നി അഖ്ലുഖു എന്നാണ് തഫ്സീറാജി കാണാം, ഐ ഉസവ്വിറു, ഞാൻ ഇവിടെ രൂപകൽപ്പന ചെയ്യുമെന്നാണ് അർത്ഥം. അല്ല, സൃഷ്ടിപ്പ് അല്ലാഹ് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ലാന്നർത്ഥം. അല്ലെങ്കിൽ ഈ വക ആയത്തൊക്കെ എതിരായി മാറും. അപ്പം അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന ആരാധ്യന്മാരൊക്കെ അശക്തരാണ് എന്ന് സ്ഥാപിക്കൽ അത് ദഅവത്തിന്റെ ഒരു ശൈലിയാണ് ഖുർആനിൻ്റെ. 7ാമത്തെ ശൈലി വമിൻഹാ തസ്ഫീഹുൽ മുശ്രിക്കീൻ അല്ലദീന യഅ്ബുദൂന ഗൈറല്ലാഹ്, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന മുശ്രിക്കീങ്ങൾ അവർ ചെയ്യുന്ന പണി അവിവേകമാണ്, സഫാഹത്താണ്, വിഡ്ഢിത്തമാണ് എന്ന് സ്ഥാപിക്കുക. ഖൗലിഹി തആല ഖാല തഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉകും ശൈഅ വലാ യദുറുക്കും, ഇബ്രാഹിം നബി ചോദിച്ചതാണ്, ഒരു ഉപകാരവും ചെയ്യാത്ത, ഒരു ഉപദ്രവവും ഏൽപ്പിക്കാത്തതിനെയാണോ
നിങ്ങൾ ആരാധിക്കുന്നത്, ഉഫില്ലക്കും വലിമാ തഅബുദൂൻ, നിങ്ങളെ കാര്യം കഷ്ടം തന്നെ, നിങ്ങൾ ആരാധിക്കുന്ന ആരാധന്മാരുടെ കാര്യം കഷ്ടം തന്നെയാണ്. അഫലാ തഅഖിലൂൻ, ചിന്തിക്കുന്നില്ലേ നിങ്ങൾ എന്ന് ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ചോദിച്ചു. അപ്പോൾ അവർ ചെയ്യുന്നത് മൗഢ്യമാണ് എന്ന് പറയുക. വഖൗലിഹി തആല വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, പടച്ച റബ്ബിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാളും വഴിപിഴച്ച മറ്റാരുണ്ട്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് വരെ ഉത്തരം ചെയ്യാത്തവരെ വിളിച്ചു നേടുന്നവനേക്കാളും വഴിപിഴച്ച മറ്റാരാണുള്ളത് എന്ന് പറഞ്ഞാൽ മറ്റാരും ഇല്ല. അത് ചെയ്യുന്നവൻ ഏറ്റവും വലിയ ളലാലത്തിലാണ്, വഴികേടിലാണ് എന്ന് സ്ഥാപിക്കുക. എട്ടാമത്തെ ശൈലി വമിൻഹാ ബയാനു ആഖിബത്തുൽ മുശ്രിക്കീൻ അല്ലദീന യഅ്ബുദൂന ഗൈറല്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരുടെ പര്യവസാനം എന്തായിരിക്കുമെന്ന് പറയുക. അവർ ആരാധിച്ച ആരാധ്യന്മാരുടെ കൂടെ അവർ നരകത്തിൽ ചെന്ന് പതിക്കുമെന്ന് അല്ലാഹു പഠിപ്പിക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വലൗ ഹൈസു തതബറഉ മിൻഹും തിൽക്കൽ മഅബൂദാത്ത് ഫി അഹ്റജിൽ മവാഖിഫ്, ഏറ്റവും പ്രയാസകരമായ സന്ദർഭം വരുമ്പോൾ അവിടെ ഈ ഇലാഹുകൾ പോലും അവരോടൊപ്പം നരകത്തേക്ക് പോകുക, അവിടെ സഹായിക്കുന്നില്ല. മശ്ശറിലെ നരകാഗ്നിയിലൊക്കെ അല്ലാഹു പറഞ്ഞു വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, ഈ അക്രമികളായ ആളുകൾ, ശിർക്ക് ചെയ്ത ആളുകൾ ആ അദാബ് നേർക്കുനേരെ കാണുന്ന സന്ദർഭത്തിൽ അവർക്ക് ബോധ്യമാകും കഴിവുകൾ മുഴുവൻ പടച്ച റബ്ബിന് മാത്രമാണ് എന്ന്. അവിടെ ഇത് ആരെയാണോ പിൻപറ്റിയത് ആ പിൻപറ്റപ്പെട്ടവർ പിൻപറ്റവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും എല്ലാ ബന്ധങ്ങളും അവിടെ മുറിയുകയും ചെയ്യുന്ന സന്ദർഭം. പരലോകത്ത് ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കോളാം, ഞാൻ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ കുറേ ആളുകളുണ്ടാവും. അവിടെ വരുമ്പോൾ അതൊന്നുമില്ല, എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു. അങ്ങനെ അനുയായികൾ നേതാക്കന്മാർ നോക്കി പറയും ഞങ്ങൾക്ക് ഒരു അവസരം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഞങ്ങൾ ഒഴിവായതുപോലെ ഞങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിവാകുമെന്ന് പറയും. പക്ഷേ വമാഹും ബിഖാരിജീന മിനന്നാർ, നരകത്തിൽ രക്ഷപ്പെട്ടു പോരാൻ അവർക്കൊരിക്കലും സാധ്യമല്ല. വഖൗലിഹി തആല വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, അന്ത്യനാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ ഈ ആരാധ്യന്മാർ നിഷേധിക്കും. ആരെയാണോ ആരാധിച്ചത് അവർ നിഷേധിക്കും, ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ കൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഈ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർ അവിടെ വെച്ച് നിഷേധിക്കുമെന്ന് അല്ലാഹു പറയുന്നു. വഖൗലിഹി വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ എന്ന പറഞ്ഞായത്തിലെ ബാക്കി വഇദാ ഹുശ്റൻ നാസ് കാനൂ ലഹും അഅദാഅ, എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഈ ആരാധ്യർ ആരാധിച്ചവരുടെ ശത്രുക്കളായി മാറും. വക്കാനൂ ബിഇബാദത്തിഹിം കാഫിരീൻ, ഈ ഇബാദത്തിനെ അവർ നിഷേധിക്കുകയും ചെയ്യുന്നതാണ്. ആരോടാണോ തേടിയത് ആ തേടപ്പെട്ടവർ തേടിയവരുടെ ശത്രുവായി മാറും. പരലോകത്ത് അവർ രക്ഷപ്പെടുത്തുന്ന വിചാരിച്ചത് രക്ഷപ്പെടുത്തില്ല എന്ന് മാത്രമല്ല അവർ ഇവിടെ ശത്രുക്കളായി മാറുകയും ഈ ചെയ്തതിന് അവർ നിഷേധിക്കുകയും ചെയ്യുമെന്നാണ് അല്ലാഹു തആല അവിടെ പഠിപ്പിക്കുന്നത്. وقوله تعالى ويوم يحشرهم جميعا ثم يقول للملائكة أهؤلاء إياكم كانوا يعبدون, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം അന്ന് മലക്കോടൊന്ന് ചോദിക്കും നിങ്ങളെയാണോ ഇവർ ആരാധിച്ചത് എന്ന്. കാരണം ഇവിടെ ദുന്യാവെന്ന് മലക്കൾ അല്ലാഹുവിനെ പങ്കുട്ടാളെന്ന് പറഞ്ഞിട്ട് മലക്കളെ ആരാധിച്ച മനുഷ്യന്മാരുണ്ട്. അവരുടെ സങ്കല്പത്തിൽ അവർ ആരാധിച്ച മലക്കുകൾക്ക് വേണ്ടി ഈ മലക്കുകൾ ഉണ്ടാവും പരലോകത്ത്. അവരെ ഹാജരാക്കി ചോദിക്കും നിങ്ങളെയാണോ ആരാധിച്ചത്? മലക്കുകൾ പറയും ഖാലൂ സുബ്ഹാനക അൻത വലിയുനാ മിൻ ദൂനിഹിം, റബ്ബേ നീ എത്ര പരിശുദ്ധനാണ്, നീയാണ് ഞങ്ങളുടെ വലിയ, അവരൊന്നുമല്ല, ഞങ്ങളാരും അവർ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരാധിക്കാൻ, ഞങ്ങൾ അറിയുകയുമില്ല. ബൽ കാനൂ യഅ്ബുദൂനൽ ജിന്ന, അവർ ആരാധിച്ചത് ജിന്നുകളെയായിരുന്നു, പിശാചിനെയായിരുന്നു അർത്ഥം. കാരണം ശൈത്താനാണ് എനിക്ക് ആ പണി പഠിപ്പിച്ചു കൊടുത്തത്. അല്ല ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, ഞങ്ങളോടിട്ട് ഇബാദത്തുമില്ല, അവർ പിശാചിനെയാണ് അവർ ആരാധിച്ചത്. അക്സറുഹും ബിഹിം മുഅ്മിനൂൻ, ഭൂരിപക്ഷം ആളുകളും ആ ജിന്നുകളിൽ ആ പിശാചുക്കളിൽ വിശ്വസിക്കുന്നവരായിരുന്നു എന്ന് മലക്കുകൾ അവിടെ ഒഴിഞ്ഞു മാറി പറയും. വഖൗലിഹി തആല വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മറിയം അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, ഈസാ നബിയോട് ചോദിക്കും. കോടാനുകോടി മനുഷ്യന്മാർ ആരാധിച്ചതാണ് ഈസാ നബിയെ അവരെ വാദപ്രകാരം.
അവരുടെ വാദപ്രകാരം ഈസാ നബിയെ ദൈവപുത്രനായി കണക്കാക്കി ആ ഈസാ നബിയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടിയെന്ന് പറയുന്നു. പത്രം നോക്കിയാൽ കാണാം, ആഴ്ചയുടെ ദിവസം അവിടെ ഉപകാരസ്മരണ കാണാം. എല്ലാ ദിവസവും കാണുന്നതിൻ്റെ പരസ്യം ഉപകാരസ്മരണ, യേശുവിനെ മുൻനിർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്തരം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ പരസ്യം കൊടുക്കും. ആ ഈസാ നബിയോട് അന്ന് ചോദിക്കുകയാണ്, നീയാണോ ഈസാ പറഞ്ഞത് എന്നെയും എൻ്റെ ഉമ്മയെയും ഇലാഹാക്കണമെന്ന്? ഈസാ നബിയുടെ മറുപടി, സുബ്ഹാനക് മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്ഇൻ. റബ്ബേ, നീ എത്ര പരിശുദ്ധനാണ്, എനിക്ക് അർഹതയില്ലാത്തൊരു കാര്യം ഞാൻ ഒരിക്കലും പറയുകയില്ല റബ്ബേ. അപ്പം കോടാനുകോടി മനുഷ്യന്മാർ ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈസാ നബി ഒഴിഞ്ഞു മാറുക, ഞാൻ അറിയില്ല റബ്ബേ, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനതൊരു ഉത്തരവാദിയല്ല. മലക്കൾ ആരാധിക്കുന്നു, ആ മലക്കൾ ഒഴിഞ്ഞു മാറുന്നു. മറ്റു ആരാധ്യരെ സ്വീകരിക്കുന്നു, ആ ആരാധ്യർ പോലും ഇവിടെ ശത്രുക്കളായി മാറുന്നുവെന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. അത് തൗഹീദിലേക്കുള്ള ദഅവത്തിന്റെ ഒരു ശൈലിയാണ്. 9ാമത്തെ കാര്യം, വമിൻഹാ റദ്ദുഹു സുബ്ഹാന അലൽ മുശ്രികീന ഫി ഇത്തിഖാദിഹിം അൽ വസാഇത ബൈനഹും വബൈനല്ലാഹ് ബിഅന്ന ശഫാഅത മുൽക്കു ലഹു സുബ്ഹാന ലാ തുത്ലബു ഇല്ലാ മിൻഹു. ഇനി ഈ ആരാധന സ്വീകരിക്കുന്നത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ്, റബ്ബിന്റെ പക്കൽ ശുപാർശക്കാണ് എന്ന് ന്യായം പറഞ്ഞ മുശ്രിക്കീങ്ങളോട് റബ്ബ് അതിനെ ഖണ്ഡിച്ചു. അങ്ങനെ ന്യായം പറയാവതല്ല. കാരണം ശഫാഅത്തിന് അധികാരം അള്ളാഹ്ക്കാണ്, അത് റബ്ബിനോടേ ചോദിക്കാവുന്നു. റബ്ബിൻ്റെ മുമ്പിൽ ശുപാർശ നൽകണേ എന്ന് പറയാൻ റബ്ബിനോടാണ് പറയേണ്ടത്. റബ്ബിൻ്റെ മാത്രമാണ് അധികാരമുള്ളത്. ഒരാളും സമ്മതമില്ലാതെ അവിടെ ശഫാഅത്ത് ചെയ്യുകയില്ല. അള്ളാഹ് പറഞ്ഞു, അമിത്തഖദൂ മിൻ ദൂനില്ലാഹി ശുഫാഅ, പടച്ച റബ്ബിന് പുറമെ ശുപാർശക്കാരെയാണോ അവർ സ്വീകരിച്ചിരിക്കുന്നത് എങ്കിൽ ഖുൽ, പറഞ്ഞു കൊടുക്കുക, അവലൗ കാനൂ ലാ യംലികൂന ശൈഅൻ വലാ യഅഖിലൂൻ, അവർക്കാർക്കും യാതൊരു ഉടമാവകാശവുമില്ല, അവരാരും ചിന്തിക്കുന്നുമില്ല, എന്നാലും ഇവർ അവരെ സ്വീകരിക്കുകയാണോ? ആരാധന സ്വീകരിച്ചതിനാണ് ഈ ആരാധന അള്ളാഹിന്റെ മുമ്പിൽ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ്. അങ്ങനെ ശുപാർശ ചെയ്യാൻ ഒരു അധികാരം അവർക്കില്ല, എന്നാലും നിങ്ങൾ അവരെ ശുപാർശക്കാരായി സ്വീകരിക്കുകയാണോ എന്ന് ചോദിക്കൂ നബിയെ. ഖുൽ, പറഞ്ഞു കൊടുക്കുക, ലില്ലാഹി ശഫാഅത്തു ജമീഅ, ശഫാഅത്ത് പൂർണ്ണമായും മുഴുവനായും അള്ളാഹുവിനാണ്. ആര് ശുപാർശ ചെയ്യണം അള്ളാഹ് തീരുമാനിക്കണം, ആർക്ക് വേണ്ടി ചെയ്യണം അള്ളാഹ് തീരുമാനിക്കണം, എന്തിനു വേണ്ടി ചെയ്യണം അള്ളാഹ് തീരുമാനിക്കണം. അപ്പം പിന്നെ ചോദിക്കേണ്ടത് ആരോടാണ്? അള്ളാഹിനോട് ചോദിക്കുക. അല്ലാതെ നിങ്ങൾ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു അധികാരം ഇവിടെ ആർക്കും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ ലഹു മുൽക്കു സമാവാതി വൽ അർളി, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സർവ്വാധികാരവും അവനാകുന്നു എന്ന് അല്ലാഹ് പഠിപ്പിക്കുന്നു. വഖൗലിഹി സുബ്ഹാന മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, ആരുണ്ട് ശുപാർശ ചെയ്യാൻ അനുമതി പ്രകാരമല്ലാതെ. വഖൗലിഹി വകം മിൻ മലകിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅത്തുഹും ശൈഅ, ആകാശലോകത്ത് എത്രയെത്ര മലക്കുകളുണ്ട്, ആ മലക്കളുടെ ശഫാഅത്തൊന്നും ഒരു ഉപകാരവും ചെയ്യുകയില്ല. ഇല്ലാ മിൻ ബഅദി യഅ്ദിനല്ലാഹു ലിമൻ യശാഉ വയർളാ, അല്ലാഹു അനുവാദം കൊടുക്കുകയും അല്ലാഹ് തൃപ്തിപ്പെടുകയും അല്ലാഹ് ഉദ്ദേശിക്കുകയും ചെയ്തവർക്ക് വേണ്ടിയുമല്ലാതെ യാതൊരു പ്രയോജനവും ആ ശുപാർശ കൊണ്ടില്ല. കോടാനുകൂടി മലക്കളുണ്ട്, ആ മലക്കളെ ഒന്നും ശുപാർശ ഉപകാരപ്പെടില്ല പടച്ച റബ്ബ് അനുവാദം കൊടുത്താതല്ലാതെ. എന്നിരിക്കെ പിന്നെ അവർ നമ്മുടെ ശുപാർശക്കാരാണെന്ന് പറയാൻ എന്തർത്ഥമുണ്ട് എന്ന് പഠിപ്പിക്കുക. ഫബയ്യന സുബ്ഹാന ഫി ഹാദിൽ ആയാതി അന്ന ശഫാഅത മുൽക്കുഹു വഹ്ദ, ശഫാഅത്ത് അല്ലാഹ്ക്ക് മാത്രം അധികാരമുള്ള കാര്യമാണ്. ലാ തുത്ലബു ഇല്ലാ മിൻഹു, അതുകൊണ്ട് റബ്ബിനോട് അല്ലാതെ ശഫാഅത്ത് ചോദിക്കാവതല്ല. വലാ തഹ്സുലു ഇല്ലാ ബഅദ ഇദ്നിഹി, അല്ലാഹുവിന്റെ സമ്മതപ്രകാരമല്ലാതെ അത് കിട്ടുകയുമില്ല. ലിശാഫിഇ വലില്ലാഹുൽ മശ്ഫൂഇ ലഹു, ശുപാർശ ചെയ്യുന്ന ആൾക്കും സമ്മതം കിട്ടണം, ശുപാർശ ചെയ്യപ്പെടുന്ന ആൾ ആർക്ക് വേണ്ടി ചെയ്യുന്നുവോ അവൻ്റെ കാഴ്ച അല്ലാഹു തൃപ്തിപ്പെടുകയും വേണം. അല്ലാതെ ദുനിയാവിലുള്ള പോലെ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, നമ്മളെ ത്വരീഖത്തിന്റെ ആളാണ് എന്ന് പറഞ്ഞ ശുപാർശയൊന്നും അവിടെ ഇല്ല. 10ാമത്തെ ശൈലി വമിൻഹാ അന്നഹു ബയ്യന സുബ്ഹാന അന്ന ഹഉലാഇ മഅബൂദീന മിൻ ദൂനി ലാ യഹ്സുലു മിൻഹും നഫ്ഉൻ ലിമൻ അബദഹും മിൻ ജമീഇൽ വുജൂഹി, അല്ലാഹുവിന് പുറമെ അവർ ആരെ ആരാധിച്ചാലും ശരി ഒരു നിരക്കും ഒരു ഉപകാരവും അവരിൽ നിന്ന് ലഭിക്കുകയില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നു. നിങ്ങൾ ആരെ ആരാധിച്ചാലും ശരി അവരാരും യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. മിൻ ജമീഇൽ വുജൂഹ്, ഒരു നിലക്കും ഉണ്ടാവില്ല എന്നാണ്. എന്തെങ്കിലും ഉപകാരം അതുണ്ടാവില്ല. വമൻ ഹാദാ ശഅ്നുഹു ലാ യസ്ലുഹു ലിൽ ഇബാദ, അങ്ങനെയുള്ളവർ ആരാധിക്കപ്പെടാൻ യോഗ്യരല്ലതാനും. ആരാധിക്കുമ്പോൾ എന്തെങ്കിലും ഉപകാരം കിട്ടണ്ടേ? ഒരു ഉപകാരവും ഇല്ല.
ഉദാഹരണം അല്ലാഹു പറഞ്ഞു കമാ ഫീ ഖൗലിഹി തആല ഖുൽ ഇദഉ അല്ലദീന സഅമതും മിൻ ദൂനി ലാ യംലികു മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർളി വമാ ലഹും ഫീഹിമാ മിൻ ശിർക്കിൻ വമാ ലഹു മിൻഹും മിൻ ളഹീർ വലാ തൻഫഉ ശഫാഅതു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹു. ഒരാളുടെ ഉപകാരം കിട്ടാൻ 4 വഴിയാണ്. ഈ ആയത്ത് വെച്ച് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അത് വ്യക്തമാക്കുന്നുണ്ട്. ഒരാൾ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യണമെങ്കിൽ 4 നിലക്ക് ഉപകാരം ചെയ്യാം. ഒന്ന്, അയാൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയണം. ഒരാളെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ ആൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയണം, അപ്പോൾ സഹായിക്കാൻ ചാൻസ് ഉണ്ട്. 2, അയാൾക്ക് സ്വന്തമായി കഴിയില്ല, എന്നാലും അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു റോള് അതിലുണ്ട്. അയാളത് മാത്രമല്ല, അയാളതും ധാരാളം കൂടിയാണ്, എന്നാലും ഇയാൾക്ക് ഇവിടെ അയാളെ വീരത്തുനിന്നും തരാൻ പറ്റും. 3, അതുമല്ലെങ്കിൽ ഇയാൾ മറ്റാളെ സഹായിയായിരിക്കണം. ഉടമക്കാരൻ ആരാണോ ആ ഉടമക്കാരൻ സഹായിയാണെങ്കിൽ ഈ സഹായി ഉടമക്കാരോട് പറഞ്ഞാൽ ചിലപ്പോൾ കൊടുത്തുകൂടായില്ല, കാരണം ഇയാളെ സഹായില്ല ഞാൻ മറ്റൊരു നിലക്കാൻ പറ്റൂല, അപ്പം അത് വിചാരിച്ചിട്ട് കൊടുക്കും. 4, അതൊന്നുമല്ലെങ്കിൽ ഇയാൾ ശുപാർശ ചെയ്താൽ മറ്റോ സ്വീകരിക്കുന്നവനാകണം. ഈ 4 നിലയ്ക്ക് ഒരാളെ സഹായിക്കാൻ കഴിയുള്ളൂ. എന്നാൽ അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരോട് ദുആ ചെയ്താലും അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വാദിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരോടൊക്കെ നിങ്ങൾ ദുആ ചെയ്യൂ. പക്ഷേ ലാ യംലികൂന, അവരെ ഉടമപ്പെടുത്തുന്നില്ല. എന്തുടമപ്പെടുത്തൂല? മിസ്ഖാല ദർറ, ഒരു അണു അളവ് പോലും ഉടമപ്പെടുത്തുകയില്ല. ഫിസ് സമാവാതി വലാ ഫിൽ അർളി, ആകാശത്തുമില്ല ഭൂമിയിലുമില്ല. ഉടമാവകാശമില്ല, പിന്നെ അവർക്ക് സ്വന്തമായി ചെയ്യാതാലും കഴിയില്ല. അതാണ് 1, അതില്ല. 2, വമാ ലഹും ഫീഹിമാ മിൻ ശിർക്കിൻ, അവർക്ക് ആകാശങ്ങളിലോ ഭൂമിയിലോ ഒരു ഷെയറുമില്ല. ഈ ആകാശം ഭൂമി ഓൾഡല്ല, പഠിച്ചോനാണ്, അവർക്കുമുണ്ട് ഷെയർ എന്നാണെങ്കിൽ സഹായിക്കോ വെച്ചാൽ ഉള്ള ഷെയർ എന്തെങ്കിലും എടുത്തു കൊടുക്കാം, അതുമില്ല. വമാ ലഹു മിൻഹും മിൻ ളഹീർ, ഈ ആരാധ്യന്മാരാരും പടച്ച റബ്ബിൻ്റെ സഹായിയുമല്ല. അവർക്ക് അല്ലാഹനെ സഹായിക്കുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞു വെക്കാം, കാരണം ഞാൻ പറഞ്ഞാൽ എന്തായാലും തരും, എൻ്റെ സഹായം കൊണ്ടാണ് നിലന്ന് പോണത് കറി, അതുമില്ല. വലാ തൻഫഉ ശഫാഅതു ഇൻദ, ശുപാർശയൊട്ട് ഉപകാരപ്പെടുകയുമില്ല. അപ്പം സഹായിക്കാൻ വല്ല ചാൻസും ഉണ്ടെങ്കിൽ ഈ 4 ഒരു വഴിക്കുണ്ടാവുക, അത് 4ഉമില്ല. നിങ്ങൾ ആരാധിക്കുന്ന വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ആരാധ്യനും എന്ന് അല്ലാഹു വ്യക്തമായി പഠിപ്പിക്കുന്നു. എന്നിരിക്കെ പിന്നെ അവരോട് വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല, സ്വന്തം ചെയ്യാനും കഴിയില്ല, പറഞ്ഞു വാങ്ങിക്കൊടുക്കാനും കഴിയില്ല, ഓരോ ജാഹ് കൊണ്ട് നേടിക്കൊടുക്കാനും കഴിയില്ല, മറ്റൊരെ പേടിപ്പിച്ചത് വാങ്ങിക്കൊടുക്കാനും കഴിയില്ല, ഒന്നും കഴിയില്ല. പിന്നെ എന്താ നിങ്ങൾ അവരോട് ദുആ ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കുന്നു. 11, വമിൻഹാ അന്നഹു സുബ്ഹാന ളറബ അംസിലതൻ കസീറതൻ ഫിൽ ഖുർആൻ യത്തലിഹു ബിഹാ ബുത്ലാന ശിർക്ക്. ശിർക്ക് ബാത്തിലാണ്. അതെ, അള്ളാഹ് സമ്മതം കൊടുത്തിരിക്കല്ലാതെ. അപ്പോൾ ഉടമാവകാശം അള്ളാഹ്ക്കായി, ഉടമാവകാശം അള്ളാഹുവിനായി, ശുപാർശക്കാരനല്ല. ഉദാഹരണങ്ങൾ പറയുക, എന്തിന്? ശിർക്ക് ബാത്തിലാണ് എന്ന് സ്ഥാപിക്കുന്ന ഉദാഹരണങ്ങൾ. ശിർക്ക് ബാത്തിലാണ് എന്ന് സ്ഥാപിക്കുന്ന ഉദാഹരണങ്ങൾ പറയുക. ഒരു ഉദാഹരണം കൊടുക്കുന്നു. സൂറത്ത് ഹജ്ജിലെ 31, വമൻ യുശ്രിക് ബില്ലാഹി, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ ഫകഅന്നമാ ഖറ മിനസ് സമാ, ഒരു ആകാശത്തിൽ നിന്ന് വീണവനെ പോലെയാകുന്നു. ഫതഖ്തഫുഹു ത്വയ്റു, പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകും. ഔ തഹ്വീ ബിഹി റീഹു ഫീ മക്കാനിൻ സഹീഖ്, അല്ലെങ്കിൽ വിദൂരമായ പ്രദേശങ്ങളിലേക്ക് കാറ്റുകൾ അവനെ എടുത്തുകൊണ്ടുപോകും. ഇതുപോലെയാണ് തൗഹീദിൽ നിന്ന് വിട്ടവന്ന. ആകാശത്ത് നിന്ന് വീഴാനാൽ തൗഹീദിൽ നിന്ന് വീഴാം. തൗഹീദിൽ നിന്ന് വീണാൽ പിന്നെ എവിടേക്കാണ് പോകുക? ആകാശത്ത് നിന്ന് വീണവനെ പോലെ. ആകാശത്ത് നിന്ന് വീണാൽ പിന്നെ കാറ്റിൻ്റെ ദിശക്കനുസരിച്ച് ഇങ്ങനെ കാറ്റ് അങ്ങോട്ട് പോകുമ്പോൾ അവൻ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകും. അല്ലെങ്കിൽ പക്ഷികൾ അവനെ കൊത്തി അങ്ങനെ കഷ്ണമാക്കി അവനെ ചിഹ്നിച്ചിതറി കൊണ്ടുപോകും. ഇതാണ് ആകാശത്ത് വീണാൽ സംഭവിക്കുക. ഇതുപോലെയാണ് ശിർക്ക് ചെയ്യുന്നവൻ. അള്ളാഹിനെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടേക്കാ പോകുന്നില്ല. ഓരോരുത്തരും ഓരോന്ന് പറയും, ഇപ്പം പറയും അവിടെ പോയൊക്കെ അപ്പം അങ്ങോട്ട് പോകും, മറ്റോ പറയും ഇവിടെ പോയൊക്കെ അപ്പം അവിടെ പോകും, ഇപ്പം പറയും അവിടെ തങ്ങളുടെ അവിടെ പോയൊക്കെ അപ്പം അങ്ങോട്ട് പോകും, മറ്റേ ചാടത്ത് പോയൊക്കെ അവിടെ പോകും. ഇങ്ങനെ ഓനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കളിക്കാന്നല്ലാതെ ഓന് സ്ഥിരത എവിടെയും ഉണ്ടാവുകയില്ല. ശബ്ബഹ സുബ്ഹാന അത്തൗഹീദ, അല്ലാഹു തആല ഇവിടെ ഉദാഹരണം പറഞ്ഞത് തൗഹീദ് ഫി ഉലുവിഹി വർത്തിഫാഇഹി വസഅതിഹി വശറഫിഹി ബിസ്സമാ. തൗഹീദിൻ്റെ ഔന്നിത്യം, തൗഹീദിൻ്റെ വിശാലത, തൗഹീദിൻ്റെ മഹത്വം, ഇതിലൊക്കെ
തൗഹീദിനെ അല്ലാഹു ഉപമിച്ചത് ആകാശത്തോടാണ്. ആകാശത്ത് നിന്ന് വീണവൻ ആര്? തൗഹീദ് വിട്ടവൻ. ഇപ്പം തൗഹീദ് ആകാശം പോലെ ഉയർന്നു നിൽക്കുന്നതാണ്, അത്യുന്നതമാണ്, മഹത്വമുള്ളതാണ്. ആ തൗഹീദിനാണ് വിട്ടുകഴിഞ്ഞാൽ, ആകാശത്ത് വീണ് കഴിഞ്ഞാൽ വശബ്ബഹ താരിക തൗഹീദ്, തൗഹീദ് ഉപേക്ഷിക്കുന്നവൻ അല്ലാഹു ഉപമിച്ചു ബിസ്സാഖിതി മിനസ് സമാഇ ഇലാ അസ്ഫലി സാഫിലീൻ, ആകാശത്ത് നിന്ന് താഴോട്ട് വീഴുന്നവനെ പോലെയാണ് തൗഹീദ് വിട്ട് ശിർക്കിലേക്ക് വരുന്നവൻ. ലഅന്നഹു സഖത മിൻ അബദിൽ ഈമാനി ഇലാ ഹദീലിൽ കുഫ്രി, ഈമാനിൻ്റെ ആ ഒരു സുരക്ഷയിൽ നിന്ന് അവൻ വീഴുന്നത് കുഫറിൻ്റെ ചളിക്കുഴിയിലേക്കാണ്. വശബ്ബഹ ശയാതീന അല്ലതി തുഖ്ലിഖുഹു ബിത്വയ്രി ലതി തുമസ്സിഖു അഅ്ളാഅഹു, തൗഹീദ് വിടുമ്പോൾ ശൈത്താനെ പിടിച്ചുകൊണ്ടുപോകും പല വഴിക്ക്. അതല്ല ഉപമിച്ചത് അവനെ ചിന്ന ഭിന്നമാക്കുന്ന പക്ഷികളോടാണ്. പക്ഷികൾ കൊത്തി നുറുക്കിയവനെ പലരും പല പീസാക്കി കൊണ്ടുപോകുന്നത് പോലെ തൗഹീദാണ് പെണ്ണോട് ശൈത്താന്മാരുടെ പിന്നോടൊപ്പം. അങ്ങനെ ഓനെ ഒന്നാകെ പിടിച്ച് വലിച്ച് 4 വഴിക്കും ഓനെ ചിന്ന ഭിന്നമാക്കി കളയും. അവൻ്റെ ഹവ, അവൻ്റെ ദേഹേച്ഛ, അത് അവനെ പലയിടത്തും കൊണ്ടുപോകും. ഏതുപോലെ? കാറ്റ് ഈ വീണവനെ കൊണ്ടുപോകുന്നത് പോലെ. ഒരു ഉദാഹരണമാണിത്. തൗഹീദ് വിട്ട് ശിർക്കിലേക്ക് പോകുന്നവൻ ആകാശത്ത് നിന്ന് വീണ് എങ്ങോട്ടും എത്താതെ അവിടെയും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്ന ഭിന്നമായി പോകുന്നവനെ പോലെയാകുന്നു. ഹാദാ മിസാദുൻ വാഹിദുൻ, ഇത് ഒറ്റ ഉദാഹരണമാണ്. മിൻ അംസത്തിൻ കസീറത്തിൻ ഫിൽ ഖുർആൻ, ഖുർആൻ ഒരുപാട് ഉദാഹരണമുണ്ട്, അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണിത്. അല്ലാഹു സുബ്ഹാനഹു ലി ബയാനി ബുത്ലാൻ ശിർക്കി വഖസാത്തിൽ മുശ്രിക്കി ഫി ദുനിയ വൽ ആഖിറ, ശിർക്ക് ബാത്തിലാണ് എന്നും ശിർക്ക് ചെയ്തവൻ ദുനിയാവിലും ആഖിറത്തിലും നഷ്ടക്കാരനാണ് എന്നും പഠിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ്. വമാ സുഖ്നാ ഫി ഹാദൽ ബഹ്സ് മിൻ സാബിൽ ഖുർആൻ ഫി ദഅവത്തി ഇലാ തൗഹീദ് ഉലൂഹിയ്യ വഇബ്താൽ ശിർക്കി ഖലീലുൻ മിൻ കസീർ. ഒരുപാട് ശൈലികൾ ഖുർആനിലുണ്ട് ശിർക്ക് ബാത്തിലാണെന്ന് പറയാൻ. തൗഹീദാണ് ശരി സ്ഥാപിക്കുക, അതിൽ ഏതാനും കുറച്ച് മാത്രമാണ് ഇവിടെ കൊടുത്തത്. വമാ അലൽ മുസ്ലിമി ഇല്ലാ അൻ യഖ്റഅൽ ഖുർആന ബിതദബ്ബുർ, ഒരു മുസ്ലിം ചെയ്യേണ്ടത് ഖുർആൻ ശരിക്ക് ചിന്തിച്ച് പാരായണം ചെയ്യാം. എങ്കിൽ യജിദൽ ഖൈറൽ കസീർ, ഒരുപാട് ഖൈർ അവന് കിട്ടും ഖുർആൻ മര്യാദക്ക് ഓതിയാൽ തന്നെ. വൽ അദില്ലത്തുൽ മുഖ്നിഅ വൽ ബറാഹിന സാതിഅ, വ്യക്തമായ തെളിവുകൾ, തൃപ്തികരമായ പ്രമാണങ്ങൾ അവൻ കാണും ഖുർആനിൽ. അള്ളാഹനെ മാത്രമേ ആരാധിക്കാവൂ, അവരോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് വ്യക്തമാക്കുന്ന ധാരാളം തെളിവ് അവൻ ഖുർആനിൽ കാണാം. എല്ലാ സംശയവും ഇല്ലാതാക്കി തൗഹീദ് ഊട്ടിയുറപ്പിക്കാവുന്ന തെളിവുകൾ ഖുർആനിൽ നിന്ന് കിട്ടും. ഖുർആൻ ചിന്തിച്ചവന് ഓതിയാൽ മാത്രം മതി, എന്നാൽ തന്നെ ഓന് എല്ലാ സംശയവും തീരാൻ മാത്രം ഖുർആനിലുണ്ട് എന്നാണ്. ഖുർആനിലെ ശൈലികളാണത്. ഇനി ഹുദൂസു ശിർക്കി ഫി തൗഹീദിൽ ഇലാഹിയ്യ, ഈ തൗഹീദ് ഉലൂഹിയത്തിൽ എപ്പോഴാണ് ശിർക്ക് ആരംഭിച്ചത്? ഇതാണ് പാസുല്. അള്ളാഹ് സൃഷ്ടിച്ചത് തന്നെ ഇതിനു വേണ്ടിയാണ്. എങ്കിൽ എവിടെ മുതലാണ് പിന്നെ അതിലേക്ക് ശിർക്ക് പുതുതായി കടന്നു വന്നത്? ഹക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാധ്യതയാണ് ബാത്തിൽ മനസ്സിലാക്കണം. ആദ്യം ഹക്ക് പഠിക്കണം, പിന്നെ അതിൻ്റെ മറുവശം പഠിക്കണം. അതെന്തിനാ? ലിയജ്തനി ബഹു, എന്നാലേ ഇത് വിട്ടിക്കാൻ പറ്റുള്ളൂ. ബാത്തിൽ ഇന്നതാന്ന് മനസ്സിലായില്ലെങ്കിൽ അറിയാതെ ബാത്തിൽ പോയി ചാടും. അപ്പം ഹക്കും മനസ്സിലാക്കണം, ബാത്തിലെ ബാത്തിലായി തന്നെ മനസ്സിലാക്കണം, അപ്പോഴേ അതിൽ പോയി ചാടാതിരിക്കുള്ളൂ. അതാണ് കവി പറഞ്ഞത്, അറഫ്തു ശർറ ലാ ലിശ്ശർരി ലാകിൻ ലിതവഖീഹീന. ഷർറ് എന്താ ഞാൻ മനസ്സിലാക്കി, അത് ഷർറിന് വേണ്ടിയല്ല, അതിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടി. ഒരു വഴിക്ക് പോകുമ്പോൾ എവിടെയൊക്കെ കുണ്ടും കുഴികളും നോക്കിക്കണം. അതെന്തിനാ? കുഴിയിൽ പോയി ചാടാനല്ല, ആ കുഴിയിൽ ചാടാതിരിക്കാൻ വേണ്ടി. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, എവിടെയൊക്കെ അമ്പുണ്ട്, എവിടെയൊക്കെ ഗട്ടറുണ്ട് എന്നൊക്കെ ഒരു ധാരണ വേണം, അല്ല ഞാൻ നേരെ പോയി ചാടും. അപ്പം ഷർറ് അറിയണം, എന്തിന്? ഷർറിൽ പോയി ചാടാതിരിക്കാൻ. വഖാല ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു യഖൂൽ, സ്വഹാബിയായ ഹുദൈഫത്തുൽ യമാൻ, നബി തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ, അദ്ദേഹം പറയുമായിരുന്നു, കാനൻ നാസു യസ്അലൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈരി, എല്ലാവരും നബിയോട് വന്നിട്ട് ഖൈറിനെ പറ്റി ചോദിക്കും. വകുന്തു അസ്അലുഹു അനി ശർരി, ഞാൻ ചോദിക്കൽ ഷർറിനെ പറ്റിയായിരുന്നു. മഖാഫതൻ അഖഅ ഫീഹി, ഞാനെങ്ങാനും അതിൽ പോയി ചാടുമോ എന്ന പേടി കാരണം. എല്ലാവരും നബിയോട് ഖൈറ് ചോദിക്കും, ഞാൻ നബിയോട് ചോദിക്കലൊക്കെ എന്താണ്? ഷർറിനെ പറ്റിയാണ്. എന്തിന്? അതിൽ പോയെങ്ങാനും ഞാൻ പെടുമോ എന്ന പേടി കൊണ്ട്
ഞാൻ എപ്പോഴും നബിയോട് സിറുകളെ പറ്റി ചോദിക്കുമായിരുന്നുവെന്ന് ഹുദൈഫത്തുൽ യമാൻ പറയുന്നു. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. വയഖുൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് പറഞ്ഞ വാചകം പ്രസിദ്ധമായ വാചകമാണ്. യൂഷികു അൻ തൻഖുദ ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവതൻ. ഇസ്ലാമിൻ്റെ ഇഴകൾ ഓരോന്നോരോന്നായി ഉടഞ്ഞു പോകും. ഇലാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ. ജാഹിലിയത്ത് എന്താണെന്ന് അറിയാത്തവർ ഇസ്ലാമിൽ ഉണ്ടായി വന്നാൽ, എന്താ ജാഹിലിയത്ത് അറിയില്ല, എന്താ പഴയ അവസ്ഥ എന്നറിയില്ല, എന്താ ശിർക്ക് ഖുറാഫാത്ത് അറിയില്ല, അങ്ങനത്തെ തലമുറ ഉണ്ടായി വരുമ്പോൾ ഇസ്ലാമിൻ്റെ ഇഴകൾ ഓരോന്നോരോന്നായി ഉടഞ്ഞു പോകുമെന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു പറയുന്നു. അപ്പോൾ ശിർക്ക് അറിഞ്ഞിട്ട് തൗഹീദിൻ്റെ വഴിയിൽ പോകുമ്പോഴാണ് ആ ശിർക്കിൻ്റെ വഴിക്ക് പോകാതിരിക്കുക. ശിർക്കൊന്നും അറിയില്ല, അവൻ തൗഹീദനുസരിച്ചാണ് ജനിച്ചു വളർന്നു വന്നത് എങ്കിൽ ആ തലമുറയാണ് പെട്ടെന്ന് ശിർക്കിൽ പോയി ചാടുക എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു പറയുന്നു. വഖബല ദാലിക ഖാല ഖലീൽ ഇസ്ലാം, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, റബ്ബി ജഅൽ ഹാദൽ ബൽദ ആമിനൻ വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, ഞാനും എൻ്റെ മക്കളും ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങൾ അകറ്റണമേ റബ്ബേ എന്ന് ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു. തൗഹീദിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ത്യാഗിയാണ് ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, റബ്ബേ ഞാനും മക്കളും വിഗ്രഹാരാധന ചെയ്തതിൽ നിന്ന് ഞങ്ങളെ അകറ്റണമേ എന്നാണ്. അതിൽ പോയി ചാടുമോ എന്ന ഭയം എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് ആ ഭയം നമുക്കും വേണം. ഫഹാദ മിമ്മ യൂജിബു ശിദ്ദത്തൽ ഖൗഫി മിനശ് ശിർക്കി വമഅരിഫതിഹി ലിയജ്തനിബുൽ മുസ്ലിം വമഅരിഫതഹു ലിയജ്തനിബുൽ മുസ്ലിമ. ഒരു ശിർക്കിൽ പോയി ചാടുമോ എന്ന വലിയ ഭയവും അതിൽ നിന്ന് രക്ഷപ്പെടാനായി ശിർക്ക് എന്താണെന്ന് അറിയലും വാജിബാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കി. എന്തൊക്കെ ശിർക്ക്, ഏതൊക്കെ ഹറാം, ഏതൊക്കെ കുഫർ എന്നൊക്കെ മനസ്സിലാക്കി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ആ തെറ്റായ വഴി ചെയ്തു പോകും. ഫശ്ശിർക്കു, അപ്പോൾ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഹുവ സർഫു ശൈഇൻ മിൻ അൻവാഇൽ ഇബാദത്തി ഗൈരില്ലാ, ഏതെങ്കിലും ഒരു ഇബാദത്തിൻ്റെ ഇനം അല്ലാഹു അല്ലാത്തവർക്ക് തിരിച്ചു വിടുക, അതാണ് ശിർക്ക്. തൗഹീദ് എന്താ ഇതുവരെ പറഞ്ഞല്ലോ, ഇനി മറുവശം ശിർക്ക്. ഇബാദത്തിൻ്റെ ഏതെങ്കിലും ഇനം അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിക്കുക, അതിനാണ് ശിർക്ക് എന്ന് പറയുക. കദ്ദുആഇ പ്രാർത്ഥന പോലെ, വദ്ദബിഹി അറിവ് പോലെ, വന്നദിരി നേർച്ച പോലെ, വൽ ഇസ്തിഗാസത്തി ബിഗൈരില്ലാഹി ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യം അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടും പോലെ. അതൊക്കെ ഇബാദത്തിൻ്റെ ഇനങ്ങളാണ്. അതിൽ റബ്ബല്ലാത്തവർക്ക് തിരിച്ചുവിട്ടാൽ അത് ശിർക്കായി മാറി. വത്തൗഹീദു, തൗഹീദോ ഹുവ ഇഫ്റാദുല്ലാഹി തആല ബിൽ ഇബാദ, ഇബാദത്ത് അല്ലാഹു തആലക്ക് മാത്രമാക്കുക. വഹുവ അസീലുൻ ഫീ ബനി ആദം, ആദം സന്തതികളിലെ അസ്ല് തൗഹീദാണ്. ആദം സന്തതികൾ തുടക്കം ബേസ് തൗഹീദാണ്. വശിർക്കു ത്വാലിഉൻ അലൈഹി, ശിർക്ക് പിന്നീട് വന്ന് ചേർന്നതാണ്. അസ്ല് ശിർക്കല്ല, ഗർവാപ്പസി എന്നാൽ ശിർക്ക് പോലല്ല, തൗഹീദ് പോലാണ്. തൗഹീദാണ് അസ്ല്, ശിർക്ക് പിന്നീട് വന്നതാണ്, ത്വാലി ആണ്, അത് പിന്നെ വന്ന് ചേർന്നു. അല്ലാഹ് പറഞ്ഞു കാനന്നാസു ഉമ്മത്തൻ വാഹിദ, ജനങ്ങൾ ഒറ്റ ഉമ്മത്തായിരുന്നു. ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശീരീന വമുൻദിരീന വഅൻസല മഅൽ കിതാബിൽ ഹഖ് ലിയഹ്കുമ ബൈനൻ നാസി ഫീമാ ഇഖ്തലഫൂ ഫീഹി. ജനങ്ങൾ ഒറ്റ ഉമ്മത്തായിരുന്നു, പിന്നീടാണ് ഭിന്നിച്ചത്. ആ ഭിന്നിച്ചപ്പോൾ ആ ഭിന്നിപ്പിൽ തീർപ്പ് കൽപ്പിക്കാൻ അല്ലാഹു തആല റസൂലുമാരെ നിയോഗിച്ചത് എന്നല്ലാഹ് പറഞ്ഞു. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് പറഞ്ഞു കാന ബൈന ആദം വനൂഹിൻ 10 ഖുറൂൻ, ആദം നബിയുടെയും നൂഹ് നബിയുടെയും ഇടയിൽ 10 ഖർന്, 10 തലമുറകൾ അല്ലെങ്കിൽ 10 നൂറ്റാണ്ടുകൾ ഉണ്ടായിരുന്നു. ആദം നബി ഇസ്ലാം മുതൽ നൂഹ് നബി ഇസ്ലാമിലെ 10 തലമുറകൾ അല്ലെങ്കിൽ 10 നൂറ്റാണ്ടുകൾ. കുല്ലുഹും അലൽ ഇസ്ലാം, അവരെല്ലാം ഇസ്ലാമിക ആശയത്തിൽ തന്നെയായിരുന്നു. ഖാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഇബ്നു ഖയ്യിം പറയുന്നു ഹാദൽ ഖൗലു ഹുവ സ്വഹീഹു ഫിൽ ആയ, ഈ ആയത്തിൽ ഈ പറഞ്ഞ അഭിപ്രായമാണ് ശരിയായ അഭിപ്രായം. വസഹഹ ഹാദൽ ഖൗല അയ്ദൻ ഇബ്നു കസീർ, ഇബ്നു കസീർ റഹിമഹുല്ലാഹും ഇത് ശരി വെച്ചിട്ടുണ്ട്. വഅവ്വലു മാ ഹദസ ശിർക്ക് ഫിൽ അർളി ഫീ ഖൗമി നൂഹിൻ, ഈ ഭൂമിയിൽ ആദ്യമായി ശിർക്ക് വന്നത് നൂഹ് നബിയുടെ ഖൗമിലാണ്. ഹീന വലൗ ഫി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കാര്യത്തിൽ അവർ അതിര് കവിഞ്ഞപ്പോഴാണ് ശിർക്കുണ്ടായത്. നൂഹ് നബിയുടെ സമുദായത്തിലെ ആദ്യത്തെ ശിർക്ക്, ആ ശിർക്ക് വന്നതോ സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ അവർ അതിര് വിട്ടു, അവിടെയാണ് ശിർക്ക് വന്നത്. വഖാലു ലാ തദറുന്ന ആലിഹതക്കും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ വലാ യഗൂസ വയഊഖ വനസ്റ എന്ന സൂറത്ത് നൂഹിൽ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരെ ഒഴിവാക്കരുത്, വദ്ദിനെയോ സുവാഇനെയോ യഗൂസിനെയോ യഊഖിനെയോ നസ്റിനെയോ നിങ്ങൾ ആരും ഒഴിവാക്കരുത് എന്ന്
ആ നാട്ടിലെ പ്രമാണിമാർ സാധാരണക്കാരോട് പറഞ്ഞു, നൂഹ് നബി സത്വസം ദഅവത്ത് നടത്തി അള്ളാഹിനെ മാത്രം ആരാധിക്കുക. അപ്പോൾ കാരണന്മാർ ഇറങ്ങി നൂഹ് പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ വദ്ദിനും സുവാഴനൊന്നും ഒഴിവാക്കാൻ നിൽക്കണ്ട, അതൊക്കെ നമ്മുടെ ഇലാഹുകളാണ് എന്ന് അവർ തിരിച്ചവിടെ ആളുകളെ ബോധിപ്പിച്ചു. ഖാല അൽ-ബുഖാരിയു ഫീ സ്വഹീഹി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് പറഞ്ഞതായി ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരി പറയുന്നു, ഹാദിഹി അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹിൻ. ഈ ആയത്തിൽ പറഞ്ഞ ഈ 5 പേരുകൾ അതൊക്കെ അസ്മാഉ റിജാലിൻ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളുടെ പേരുകളാണ്. മിൻ ഖൗമി നൂഹിൻ, നൂഹ് നബിയുടെ ഖൗമിൽ നിന്നുള്ള സ്വാലിഹീങ്ങളായ ആളുകളുടെ പേരാണ് ഈ പറഞ്ഞതൊക്കെ. ഫലമ്മാ ഹലകൂ, അവരെല്ലാം മരിച്ചപ്പോൾ ഔഹ ശൈത്വാനു ഇലാ ഖൗമിഹിം, പിശാച് അവരുടെ ഖൗമിന് ബോധനം നൽകി, അൻസുബു ഇലാ മജാലിസിഹിം അല്ലത്തി കാനൂ യജ്ലിസുന ഫിഹാ അൻസാബാ, ഈ മഹാന്മാരൊക്കെ ഇരുന്ന ആ സദസ്സുകളിൽ നിങ്ങൾ അവരുടെ പ്രതിമകൾ ഉണ്ടാക്കി വെക്കുവീൻ എന്ന് പിശാച് അവർക്ക് ഉത്ബോധനം നൽകി. വസമ്മൂഹാ ബി അസ്മാഇഹിം, എന്നിട്ട് ആ പ്രതിമക്ക് നിങ്ങൾ ഇവരെ പേര് വെക്കുവീൻ. ഫഫഅലൂ, അപ്പോൾ അവർ ചെയ്തു. വദ്ദുൻ സുവാഴക്ക് ഇരുന്ന ഓരോ ഇരിപ്പിടങ്ങളുണ്ടാവും, അവിടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചു, അതിന് വദ് എന്ന് പേരിട്ടു. ഫലം തുഅബദ്, അന്ന് ആരാധിക്കപ്പെട്ടിട്ടില്ല, അന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. ഹത്താ ഇദാ ഹലക ഉലൈക വനസിയൽ ഇൽമു ഉബിദത്, ആ തലമുറയെല്ലാം മരിച്ചുപോയി, പുതിയ തലമുറകൾ വന്നു, ഈ വിഷയത്തിലെ അറിവ് മറപ്പിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ പിന്നെ വരുന്ന തലമുറ കാണുന്നതാണ് ഈ 4-5 ആളെ പ്രതിമങ്ങൾ എല്ലായിടത്തുണ്ട്, ഇതാരാന്നും അറിയില്ല, ഓലെപ്പറ്റി കേട്ടിയുമ്പോൾ കേട്ട വിവരങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. ആ ഘട്ടമെത്തിയപ്പോൾ ആരാധിക്കപ്പെട്ടു അവർ എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഖാല ഗൈറു വാഹിദിൻ മിന സലഫ്, മുൻഗാമികൾ പലരും പറഞ്ഞിരിക്കുന്നു എന്ന് ഇബ്നുൽ ഖയ്യിം പറയുന്നു. ലമ്മാ മാതു, ഇവരൊക്കെ മരിച്ചപ്പോൾ അകഫു അലാ ഖുബൂരിഹിം, അവിടെ ഖബറുകളിൽ ഈ ജനങ്ങൾ ചെന്ന് ഭജനമിരുന്നു. ഇവർ മരിച്ച മറമാടപ്പെട്ടു, ആ ഖബറിനെ പോയിട്ട് ഇവർ അവിടെ ഇരിക്കുകയാണ്. സുമ്മ സവ്വറു തമാസീലഹും, പിന്നെ അവിടെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചു. സുമ്മ തോല അലൈഹിമുൽ അമദു, പിന്നെയും കാലം ഒരുപാട് നീണ്ടുപോയപ്പോൾ ഫഅബദൂഹും, അവരെ ഇവർ ആരാധിച്ചു എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു. അപ്പം നേർക്ക് നേരാണ്ട് ആരാധിച്ചതല്ല, ആദ്യം ഭയങ്കര സങ്കടം വിഷമക്കായി അതുപോലെ ഖബറിനെ പോയി കൂടാ, അവിടെ തന്നെ എങ്ങനെ കൂടി, പിന്നെ അങ്ങനെ പോലെ രൂപം ഉണ്ടാക്കാൻ തുടങ്ങി. തലമുറകൾ മാറി മാറി വന്നപ്പോഴാണ് അവർ ആരാധിക്കുന്ന രീതി ഉണ്ടായത്. അതെ, ഇപ്പം എല്ലാവർക്കും മനസ്സിലായി പൊന്തതല്ലാന്ന്. ഇപ്പം വീട് എങ്ങനെ വരികയാണ് കാറ്റ് ഉണ്ടാക്കുന്നത്, മുമ്പ് ചാറാൻ പൊന്തലായിരുന്നു. അതെ. ومن هذا الأثر الذي رواه البخاري عن ابن عباس في غلو قوم نوح في الصالحين وتصويرهم إياهم والاحتفاظ بصورهم ونسب هذه المجالس. ഈ പറഞ്ഞ ഈ റിപ്പോർട്ട് ഇബ്നു അബ്ബാസ് പറഞ്ഞല്ലോ, ഒരു മരിച്ചപ്പോൾ ഖബറിനെ പോയി കൂടി, പിന്നെ അതിൽ വിട്ടു, പിന്നെ രൂപമുണ്ടാക്കി, പിന്നെ ആലോചിച്ചു എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഖുതൂറത്ത തസ്വീർ, പ്രതിമയുണ്ടാക്കുന്നതിന് രൂപമുണ്ടാക്കുന്നതിൻ്റെ അപകടം എത്രയാണ് നമുക്ക് മനസ്സിലാക്കാം. അത്തരം രൂപങ്ങൾ ചുമരുകൾ തൂക്കിയിടുന്നതിൻ്റെയും അപകടം നമുക്ക് മനസ്സിലാക്കാം. റോഡുകളിലും ഗ്രൗണ്ടുകളിലുമൊക്കെ വലിയ വലിയ കട്ടൗട്ടുകൾ സ്ഥാപിക്കുന്നതിൻ്റെ അപകടം നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ പിന്നീട് ജനങ്ങളെ ഷിർക്കിലേക്ക് എത്തിക്കും. പിന്നീട് അതങ്ങനെ പുരോഗമിച്ച് വന്നിട്ട് അവസാനം ആ പ്രതിമകളൊക്കെ ആരാധ്യരായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. ഇപ്പം വെച്ചത് വെറുതെ ആയിരിക്കും, ഓർമ്മയ്ക്ക് വെച്ചത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിൽ വെച്ചതൊക്കെ ആയിരിക്കും. പക്ഷേ കാലക്രമേണ ഈ പ്രതിമ പിന്നെ നീക്കാൻ പറ്റൂല, അത് ഒഴിവാക്കാൻ പറ്റൂല. പിന്നെ അവിടെ കൊണ്ടുപോയി പൂവിടും, പിന്നെ അവിടെ പ്രത്യേകമായ ആണ്ടറികൾ ഉണ്ടാകും, അവിടെ ആളുകൾ വന്ന് കൂടുതലുണ്ടാകും. അങ്ങനെ പിന്നെ അത് ആരാധ്യ വസ്തുവായി മാറാറാണ് പതിവ്. അതുകൊണ്ടാണ് തസ്വീർ രൂപമുണ്ടാക്കൽ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചത്. അങ്ങനെ രൂപമുണ്ടാക്കുന്ന ആളുകൾ ശപിക്കുകയും ചെയ്തു. കഠിനമായ താക്കീത് അവർക്ക് ചെയ്തു. ഖിയാമത്ത് നാളിൽ കഠിനമായ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു. എന്തിന്? സദ്ദൻ ലിദരീഅത്തി ശിർക്കി,
ശിർക്കിലേക്കുള്ള വഴി അടക്കുവാൻ വേണ്ടി. റബ്ബിൻ്റെ സൃഷ്ടിപ്പിനോട് സാദൃശ്യപ്പെടൽ പാടില്ല എന്ന് പറയാനും വേണ്ടി. ഈ കഥയിൽ നമുക്ക് മറ്റൊന്നു കൂടി മനസ്സിലാക്കാം. അതെന്താ? ആദം സന്തതികളെ പിഴപ്പിക്കാൻ പിശാചിൻ്റെ ഒരു താല്പര്യം എത്രമാത്രമാണ് എന്ന് ഇതിന് മനസ്സിലാക്കാം. ബിഹിം, അവൻ്റെ കുതന്ത്രങ്ങളും ഖൈറിനോടുള്ള താല്പര്യം, അവരുടെ വൈകാരികതകൾ, ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിശാച് അവരിലേക്ക് വരും. നൂഹ് നബിയുടെ സമുദായത്തിൽ സ്വാലിഹീങ്ങളോടുള്ള അങ്ങേറ്റ സ്നേഹം, സ്വാലിഹീങ്ങളോടുള്ള വല്ലാത്തൊരു ഒരു ഇടപഴകൽ, ഇത് കണ്ടപ്പോൾ ആ മഹബത്ത് അതിര് കവിയാനാണ് ശൈത്താൻ അവരെ പ്രേരിപ്പിച്ചത്. അവിടെ കണ്ടെന്താണ്? ഒരു മഹാന്മാരെ ഭയങ്കര ഇഷ്ടമാണ്, എന്നാ ഇമ്മ പോയി കൂടുക, എന്നാൽ ആ ഇഷ്ടം കൂട്ടിക്കൊണ്ടേക്കാണ്ട് ആ ഇഷ്ടം ഓവറാക്കാനുള്ള പണിയാണ് പിശാച് അവിടെ ചെയ്തത്. സ്മാരകമായിക്കൊണ്ട് രൂപമുണ്ടാക്കി വെക്കാനാണ് ശൈത്താൻ ആവശ്യപ്പെട്ടത്. ഇബാദത്തിനല്ല. ഇവരെ മറക്കാതിരിക്കാൻ, ഇവർക്ക് മരിച്ചു പോയപ്പോൾ മറക്കാതിരിക്കാൻ ഒരു സ്മാരകം സ്ഥാപിക്കാം എന്നാണ് ശൈത്താൻ അവിടെ പഠിപ്പിച്ചത്. ശൈത്താൻ ലക്ഷ്യമോ ഘട്ടം ഘട്ടമായിട്ട് ഇവരെ ശിർക്കിലേക്ക് എത്തിക്കാന്നാണ്. അവിടെ ഉള്ളവരെ മാത്രമല്ല ശൈത്താൻ ലക്ഷ്യമാക്കിയത്, വരും തലമുറയെ ഇതുവഴി പഴിപ്പിക്കാം എന്നാണ് ശൈത്താൻ ചിന്തിച്ചത്. ഇപ്പോൾ രൂപം ഉണ്ടാക്കിച്ചാൽ അടുത്ത തലമുറയെ ശിർക്ക് കൊണ്ടുപോകാം. അപ്പം കണ്ടോ, അവരെ ശിർക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇവരെ കൊണ്ട് പഠിപ്പിച്ച് വെച്ചു പിശാച്. അറിവില്ലാത്ത ജഹിൽ വ്യാപകമായ തലമുറകളെയാണ് നോക്കിയത്. അങ്ങനെ അവർക്ക് ഈ പ്രതിമകളെ ആരാധിക്കുക എന്നത് നന്നാക്കി കാണിച്ചു കൊടുത്തു. അക്ബർ, അങ്ങനെ അവർ ശിർക്കുൽ അക്ബർ കൊണ്ടുപോയി ചാടിച്ചു. നബിയഹും, അവരുടെ പ്രവാചകന്മാരോട് പോലും അവർ അഹങ്കാരം കാണിച്ചു. അവിടേക്ക് നബി വന്ന് ആ നബി വഹയി പ്രകാരം ഒരു ഹക്ക് പറഞ്ഞെടുക്കുമ്പോൾ അത് സ്വീകരിക്കാൻ തള്ളിക്കളയാൻ മാത്രമുള്ള കിബറുള്ളവരാക്കി ആ തലമുറകളെ പിശാച് മാറ്റിയെടുത്തു. ഖാദിൽ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ, ഇബ്നു ഖയ്യിം പറഞ്ഞ വല്ലാത്തൊരു വാചകമാണ്. മുശ്രിക്കീങ്ങളുടെ ഈ വിഗ്രഹാരാധനയുടെ കാര്യത്തിൽ പിശാച് വല്ലാത്ത കളിയാണ് അവരെയും കൊണ്ട് കളിച്ചിട്ടുള്ളത്. ഇബ്നു ഖയ്യിം പറയാണ്, ബികുല്ലി ഖൗമിൻ അലാ ഖദ്രി ഉഖൂലിഹിം, എല്ലാ സമൂഹത്തെയും അവരുടെ ബുദ്ധിയുടെ തോതനുസരിച്ച് പിശാച് അവരെ കൊണ്ട് കളിച്ചിട്ടുണ്ട്. ചിലരെ പിശാച് ക്ഷണിച്ചത് മരിച്ചവരെ ആരാധിക്കുക എന്നതിലേക്കാണ്, ഒരു ബഹുമാനിക്കുക എന്നതിലേക്കാണ്. മരിച്ചവരെ ബഹുമാനിക്കുക, ജീവിച്ചിരിക്കുമ്പോൾ ഇല്ലാത്ത ബഹുമാനം മരിച്ചാണ് കൂടുക. അത് ശൈത്താന്റെ പണിയാണ്. ഇന്നലെ അവർ രൂപമുണ്ടാക്കപ്പെടുന്നു. ഇതാണ് നൂഹ് നബിയുടെ ഖൗമിനെ പിശാച് ചെയ്തത്. മുസ്ലിക്കീങ്ങളായ പൊതുജനങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. ശിർക്കിലേക്ക് പോയ ബഹുസമൂഹം, അവരിലേക്ക് എപ്പോഴും ഈ വഴിയാണ് പിശാച് സ്വീകരിക്കുക. എന്നാൽ അതിൽ തന്നെ ചില പ്രത്യേകക്കാരുണ്ടാവും. ബഹുദൈവ ആരാധനയിൽ തന്നെ ഉള്ള ചില പ്രത്യേകക്കാർ. ചിലർ നക്ഷത്രങ്ങളുടെ രൂപത്തിൽ വിഗ്രഹം ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അവരെ വാദപ്രകാരം ആ നക്ഷത്രമാണ് ഈ ലോകത്ത് പലതും സ്വാധീനിക്കുന്നത്. ഇന്ന നക്ഷത്രത്തെ വിളിച്ചാൽ ഇന്നതുണ്ടാവും, ആ നക്ഷത്രം വന്നാൽ ഇന്നതുണ്ടാവും എന്നുള്ള നക്ഷത്ര ഫലങ്ങൾ ഇതാരാ തീരുമാനിച്ചത്? ഇവൻ തന്നെ. അല്ലാതെ നക്ഷത്രം യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് ആ നക്ഷത്രത്തിൻ്റെ പേര് ഇവിടെ പലതും ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ആ നക്ഷത്രങ്ങളുടെ പേരിൽ പ്രത്യേകമായ ചില കേന്ദ്രങ്ങൾ, അവിടെ പ്രത്യേകമായ ഖാദിമീങ്ങൾ, അതിന് പ്രത്യേകമായ ആരാധനാ രീതികൾ ഒക്കെ ഉണ്ടാക്കി വെക്കാം. ഇതെല്ലാം പണ്ടും ഇന്നും
ദുനിയാവിലുണ്ട്. വഅസ്ലു ഹാദൽ മദ്ഹബി, ഈ മദ്ഹബിന്റെ അസ്ല് മിൻ മുസ്ലിക്കി അസ്വാബിഅ വഹും ഖൗമു ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ ഖൗമായ സ്വാബി മതക്കാർ, അവരിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. അതുപോലെയാണ് സൂര്യനെ ആരാധിച്ചത്, ചന്ദ്രനെ ആരാധിച്ചത്, നക്ഷത്രങ്ങൾ ആരാധിച്ചത്, അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായി വന്നത്. الذين ناظرهم في بطلان الشرك وكسر حجتهم بعلمه وآلهتهم بيده فطلبوا تحريقا. ഇബ്രാഹിം അലൈഹിസ്സലാം അവരുടെ ശിർക്ക് ബാത്തിലാണ് സ്ഥാപിച്ചു കൊടുത്തതാണ്. അവരുടെ വിഗ്രഹങ്ങളെപ്പോലും ഇബ്രാഹിം അലൈഹിസ്സലാം കൈകൊണ്ട് തകർത്തെറിഞ്ഞതാണ്. അവിടുത്തെ എല്ലാ ന്യായങ്ങളെയും അദ്ദേഹം വൈജ്ഞാനികമായി തകർത്തതാണ്. ആ ആളുകളിൽ നിന്നാണ് പിന്നീട് വന്നത്. വേറെ ചില ആളുകൾ ഇത്തഹത്തിൽ കമരി സ്വനമ, അവർ ചന്ദ്രന് വേണ്ടി വിഗ്രഹമുണ്ടാക്കി വെക്കുന്നു. ഇവിടെ ഇബാദ, അത് ഇബാദത്ത് അർഹമാണ് എന്ന് വാദിക്കുന്നു. ഈ ലോകത്തിന് നിയന്ത്രണം ചന്ദ്രനാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. വേറെ വിഭാഗം തഅബുദുന്നാർ, തീയിനെ ആരാധിക്കുന്നു. മജൂസ്, മജൂസികൾ, അഗ്നി ആരാധകർ. ബഖറ, വേറെ ചില ആളുകൾ തഅബുദുൽ മാ, വെള്ളത്തിന് ആരാധിക്കുന്നു. ഹയവാനാത്ത്, വേറെ ചിലർ പലതരം ജീവികളെ ആരാധിക്കുന്നു. എലി ആരാധിക്കുന്നവർ, അതേപോലെ പാമ്പിനെ ആരാധിക്കുന്നവർ, ഇങ്ങനെ പലതിനെയും ആരാധിക്കുന്നവർ. ഖൈര, ചില കുതിരയെ ആരാധിക്കുന്നു. ബഖറ, ചില പശുവിനെ ആരാധിക്കുന്നു. ചിലർ ജീവിച്ചിരിക്കുന്നവരും മനുഷ്യരുമായ മനുഷ്യന്മാരെ ആരാധിക്കുന്നു. ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ ആരാധിക്കുന്നവർ, മരിച്ചുപോയ മനുഷ്യന്മാരെ ആരാധിക്കുന്നവർ. ജിന്ന, വേറെ ചില ആളുകൾ ജിന്നുകളെ ആരാധിക്കുന്നു. വേറെ ചില ആളുകൾ മരത്തിനെ ആരാധിക്കുന്നു. വേറെ ചില മലക്കുകളെ ആരാധിക്കുന്നു. ഇങ്ങനെ ശൈത്താൻ മനുഷ്യന്മാരെ പല വഴിക്കാണ് കൊണ്ടുപോയത്. എല്ലാവരും ഒരേ ശിർക്കിലേക്കല്ല. മനുഷ്യന്മാർ തൗഹീദാണ് വിടുമ്പോൾ ആകാശത്ത് നിന്ന് വീണ പോലെ എവിടേക്കാണോ അവരെ കൊണ്ടുപോകാൻ പറ്റുക അവിടേക്ക് ശൈത്താൻ അവരെ കൊണ്ടുപോകുന്നു എന്ന് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാണ്. ഇതുകൊണ്ട് മനസ്സിലാക്കാം മൈന ഖൗലിഹി തആല, അത്തപ്പന ആയത്ത് ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണെന്ന് പറഞ്ഞല്ലോ. ആ ആയത്തിൻ്റെ അർത്ഥം ഇബ്നു ഖയ്യിം പറഞ്ഞ ഇത് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. തൗഹീദ് വിട്ടവനെ ഒരേ സ്ഥലത്തേക്കല്ല വീഴുക, പലരും പല വഴിക്ക്, ചിലവൻ ഖബർക്ക്, മറ്റവൻ അല്ലാത്തടത്തേക്ക്, ഇങ്ങനെ ഓരോരുത്തരും ഓരോ വഴിയിലേക്ക് ശൈത്താൻ അവനെ കൊണ്ടുപോകുന്നു. വഖൗലിഹി തആല അഅർബാബും മുതഫരിഖുന ഖൈർ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഛിന്ന ഭിന്നമായ വ്യത്യസ്തങ്ങളായ റബ്ബുകളാണോ ഖൈർ, അല്ല ഏകനായ ഖഹാറായ ഏകനായ അള്ളയാണോ ഖൈർ എന്ന് ചോദിക്കുക. മാ തഅബുദുന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നത് ഇല്ല അസ്മാഅൻ സമ്മൈതുമുഹാ അൻതും വആബാഉകും, നിങ്ങൾ നിങ്ങളുടെ ബാപ്പമാരും പേരിട്ട ചില പേരുകളല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരൊക്കെ ആരാധിച്ചാലും ആ ആരാധന്മാർക്ക് ആരാണ്? ഒന്നുകിൽ നിങ്ങൾ പേരിട്ടത്, അല്ലെങ്കിൽ നിങ്ങളെ ബാപ്പമാർ പേരിട്ടത്, ഇതല്ലാതെ വേറൊന്നുമില്ല. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അള്ളാഹു തആല അതിലൊന്നും യാതൊരു തെളിവും ഇറക്കിയിട്ടില്ല. ഓരോരുത്തർ തീരുമാനിച്ചാണ്. ഇയാൾ മുദബ്ബിറുൽ ആലമാണ്, മറ്റോ ഖുത്ബുൽ അഖ്താബാണ്, ഗൗസുൽ ആലമാണ്. ആരാ തീരുമാനിച്ചത്? ആരൊക്കെ തീരുമാനിച്ചു? അല്ലാഹ് പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും. ഈ ഖുത്ബും ഗൗസും വന്നപ്പോൾ അന്ന് സുൽത്താനുൽ ഉലമാ ഇസ്മ അബ്ദുസ്സലാം ഈ ആയത്ത് ഓതിയിട്ടാണ് പറഞ്ഞത്. സുൽത്താനുൽ ഉലമാ എന്നറിയപ്പെടുന്ന ഇസ്മ അബ്ദുസ്സലാം 630 മരിച്ച മഹാനാണ്, 1000 കൊല്ലം മുമ്പ് ഏകദേശം. അദ്ദേഹം വന്ന അതിനെതിരെ കിതാബ് എഴുതി. സൂഫികൾ ഖുത്ബുൽ അഖ്താബും ഗൗസും അതേപോലെ ഉജബാവും നുഖബാവും പേരിട്ട് ഓരോരുത്തരുണ്ടാക്കിയപ്പോൾ അതിനെതിരെ അദ്ദേഹം കിതാബ് എഴുതി. ആ കിതാബിൽ ഈ ആയത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഈ പേരൊക്കെ നിങ്ങളെ വാപ്പാരം കണ്ടുപിടിച്ചാണ്, അല്ലാഹ് ഇറക്കിയിട്ടില്ല എന്ന്. മൊയ്തീൻ ഷെയ്ഖ് ഖുത്ബുൽ അഖ്താബാന്ന് ആരാ പറഞ്ഞത്? ആരൊക്കെയോ പറഞ്ഞു. പഠിച്ചോ പറഞ്ഞോ ഒരു ഖുത്ബുൽ അഖ്താബ് ഇറക്കുന്നത്. മുഹമ്മദ് നബി റസൂലാന്ന് ആരാ പറഞ്ഞത്? അല്ലാഹ് പറഞ്ഞാണ്. മുഹമ്മദ് നബി റസൂലാണ്, അല്ലാഹ് പറഞ്ഞാണ്. മൊയ്തീൻ ഷെയ്ഖ് ഖുത്ബുൽ അഖ്താബാന്നുള്ളതോ അല്ലാഹ് പറഞ്ഞിട്ടില്ല. ഒരാളെ പറ്റി അല്ലാഹ് ഇറക്കിയിട്ടില്ല. CM മടവൂര് ലോകം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമാണ്, ആരാ പറഞ്ഞത്? കുറച്ചാൾ പറഞ്ഞുണ്ടാക്കി മറ്റൊരാൾ പ്രചരിപ്പിച്ചു. സമ്മൈതുമുഹ അൻതും വആബാഉകും, നിങ്ങളും നിങ്ങളുടെ പൂർവികന്മാരും ഇട്ട പേരുകൾ മാത്രം. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അല്ലാഹു തആല അതിന് ഒരു തെളിവും ഇറക്കിയിട്ടില്ല എന്നായത്തും. മറ്റൊരായത്ത് ദറബല്ലാഹു മസലൻ റജുലൻ ഫീഹി ശുറകാഉ മുതശാകിസൂന വറജുലൻ സിൽമൻ ലിറജുൽ ഔ സലമൻ ലിറജുൽ ഹൽ യസ്തവിയാനി മസലാ.
തൗഹീദും ഷിർക്കിനും അല്ലാഹു പറഞ്ഞ ഉദാഹരണമാണ്. ഒരു മനുഷ്യൻ അയാൾ പരസ്പരം ശണ്ട കൂടുന്ന ഒരുപാട് പങ്കാളികളെ കീഴിൽ വർക്ക് ചെയ്യുന്നു, മറ്റൊരാളാകട്ടെ ഒരാളെ കീഴിൽ വർക്ക് ചെയ്യുന്നു. ഇത് രണ്ടുപേരും ഒരുപോലെയാകുമോ? ഒറ്റ ഓണറെ കീഴിൽ ഒരു മുതലാളിയുടെ കീഴിൽ വർക്ക് ചെയ്യുക, ആ മുതലാളി പറഞ്ഞ് കേട്ടാൽ മതിയല്ലോ. തമ്മിൽ അടിപിടി കൂടുന്ന കുറേ മുതലാളിമാരെ കീഴിൽ വർക്ക് ചെയ്യുകയാണെങ്കിലോ, ഈ മുതലാളി ഒന്ന് പറയും, മറ്റോ മുതലാളി വാണൊന്ന് പറയും, ഇവൻ വാണൊന്ന് പറയും, ഈ തൊഴിലാളി ആകെ അടുങ്ങളായി പോവും. കാരണം ഇവന് കേട്ടാൽ മറ്റൊന്ന് ദേഷ്യം പിടിക്കും, ഓൻ പറഞ്ഞു കേട്ടാൽ ഇയാൾ ദേഷ്യം പിടിക്കും, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതാണ് റബ്ബല്ലാത്ത ആരാധിക്കുന്നവർ. എല്ലാവരും പേടിക്കണം, എല്ലാവരുടെ കുർത്തക്കേടും എല്ലാവരുടെ ബുദ്ധിമുട്ടും ഒക്കെ പേടിച്ചിട്ട് വേണം ജീവിക്കാൻ. അള്ളാഹിനെ മാത്രം ആരാധിക്കുന്നവരോ മറ്റൊന്നും നോക്കണ്ട, അള്ളാഹ് പറഞ്ഞനുസരിച്ച് ജീവിച്ചാൽ മതി. ഹാ ഉലായി മുഷ്രിഖൂന, ഈ മുഷ്രിഖീങ്ങൾ ലമ്മാ തറക്കു ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു വഹിയത്തി ഖുലിഖു മിൻ അജ്ലിഹാ വബിഹാ സഅദത്തുഹും, എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത്, റബ്ബിനെ മാത്രം ആരാധിക്കാൻ ശരീക്കുമാരില്ല, അതിനാണോ സൃഷ്ടിക്കപ്പെട്ടത്, അത് ഒഴിവാക്കിയപ്പോൾ ഉബ്തുലു ബിഇബാദത്തി ശയാത്തീൻ, അവരെ പരീക്ഷിക്കപ്പെട്ടത് പിശാചുകൾ ആരാധിക്കുക എന്നത് കൊണ്ടാണ്. അള്ളാഹിനെ മാത്രം ആരാധിക്കുക എന്ന അസ്ലാൻ വിട്ടപ്പോൾ പിന്നെ തിരിവെടുക്കുക ശൈത്താൻ ആരാധിക്കുക. വതഫറഖത് ബിഹിമുൽ അഹ്വാ വശഹവാത്ത്, അവരുടെ ഇച്ഛകളും അവരുടെ ആശയക്കുഴപ്പങ്ങളുമൊക്കെ വ്യത്യസ്ത തരത്തിലാണ് പിന്നെ വന്നത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഹറബൂ മിൻ ദിഖ്ഖില്ലദീ ഖുലിഖൂ ലഹു ഫബുലൂ ബിദിഖ്ഖിൻ നഫ്സി വശൈത്വാനി. ഇബ്നു ഖയ്യിമിന്റെ അന്നൂനിയ എന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം, അഖീദയിലെ എല്ലാ മസലകളും അദ്ദേഹം കവിതയാക്കിയതാണ് അന്നൂനിയ. എല്ലാ കവിത അവസാനിക്കുന്ന നൂനിലാണ്, മുഴുവൻ വരികളും നൂനിൽ അവസാനിക്കും, അതാണ് നൂനിയ എന്ന പേര്. അതിൻ്റെ വരിയാണ് ഹറബൂ മിൻ ദിഖ്ഖി, അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ആർക്ക് അടിമയാവാനാണോ പടക്കപ്പെട്ടത് അതിന് ഓടിയപ്പോൾ സ്വന്തത്തിനും പിശാചിൻ്റെയും അടിമകളായി മാറുകയാണ് അവർ ചെയ്തത് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു. ഫലരിത്തിമായ ഖുലൂബി വലാ സ്വലാഹലിൽ ആലമി ഇല്ലാ ബിത്തൗഹീദ്. അതുകൊണ്ട് ഖൽബ് ഏകോപിക്കണമോ, ആളുകൾ ലോകം നന്നാകണമോ, തൗഹീദല്ലാത്ത വേറെ വഴിയില്ല. മറ്റെന്തു പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ എല്ലാവരും ഐക്യപ്പെട്ടു പോകാൻ ഉണ്ടാവില്ല. അതിനുള്ള വഴി തൗഹീദ് മാത്രമാണ്. കമാ ഖാല തആല അമിത്തഖദു ആലിഹത്തൻ മിനൽ അർളി ഹും യുൻശിറൂൻ ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. അവർ ഒരുപാട് ഇലാഹകൾ സ്വീകരിച്ചിരിക്കുകയാണോ? അങ്ങനെ ഒന്നിലേറെ ഇലാഹകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആകാശം ഭൂമിയും ഫസാദാകുമായിരുന്നു. അപ്പോൾ ഒറ്റ ഇലാഹ ഉണ്ടെങ്കിലേ ആകാശം ഭൂമി നിലക്കുള്ളൂ. ഒന്നിലേറെ ഇലാഹ ഉണ്ടായാലോ ആകാശം ഭൂമിയും തകരുകയാണ് ചെയ്യുക, ഐക്യണ്ടാവില്ല ചെയ്യുക, ഉള്ളതും കൂടി പൊളിയാണ് ചെയ്യുക. ഒളിദാലിക് ഇദാ ഖലത്തിൽ അർദു മിനൽ തൗഹീദ്, ഭൂമിയിൽ തൗഹീദ് ഇല്ലാതായാൽ ഖാമത്തിൽ ഖിയാമത്ത് ഉണ്ടാവും. ഖിയാമത്ത് വരെ തൗഹീദ് ഉണ്ടാവും. തൗഹീദുകൾ എല്ലാവരും മരിച്ചു കഴിഞ്ഞാലോ ഖിയാമത്ത് സംഭവിച്ചു. ആ ഭൂമിയിൽ എപ്പോൾ തൗഹീദ് ഇല്ലാതാകുന്നുവോ അവിടെയാണ് ഖിയാമത്ത് സംഭവിക്കുക. നബി തങ്ങൾ പറഞ്ഞു, മുസ്ലിം ഹദീസ്, ലാ തഖൂമു സ്സാഅ ഹത്താ ലാ യുഖാല ഫിൽ അർളി അല്ലാഹ് അല്ലാഹ്, ഭൂമിയിൽ അല്ലാഹ് അല്ലാഹ് എന്ന് പറയപ്പെടാത്ത ഘട്ടത്തിലാണ് ഖിയാമത്ത് ഉണ്ടാവുക എന്ന ഹദീസ് അറിയിക്കുന്നു. വമിസ്ല തഫറുഖിൽ മുശ്രിക്കീന അവ്വലീന ഫി ഇബാദാതിഹിം വമഅബൂദാതിഹിം, ആദ്യകാല മുശ്രിക്കീകൾ ഇബാദത്തുകളും മഅബൂദുകളും അവരുടെ ആരാധനയും വ്യത്യസ്തമാണ്, ആരാധനയും വ്യത്യസ്തമാണ്. ഒരാൾ ആരാധനയല്ല മറ്റൊരാരാധന, ഓരോരുത്തർക്കും ഓരോ ആരാധനന്മാർ. ഒരാളുടെ ഇബാദത്തല്ല മറ്റൊരു ഇബാദത്ത്, ഇബാദത്തുകൾ വ്യത്യസ്തം, ആരാധന്മാരും വ്യത്യസ്തം എന്നതുപോലെ തഫറഖൽ ഖുബൂരിയൂന അൽ യൗമ ഫീ ഇബാദത്തിൽ ഖുബൂർ, ഖബർ ആരാധിക്കുന്ന ഖുബൂരികൾ അവരും ഇന്ന് വ്യത്യസ്തമാണ്. ഒരു ഖബറിനെ എല്ലാവരും പോവില്ല, ഒരു ജാറം എല്ലാത്തിനും പറ്റൂല. ഒരാവശ്യത്തിന് ഒരു ജാറും, വേറെ ആവശ്യമാണെങ്കിൽ വേറെ ജാറും, മറ്റാവശ്യമാണെങ്കിൽ വേറെ ജാറും. ഇങ്ങനെ ഓരോന്നിനും ഓരോ സ്പെഷ്യലിസ്റ്റാണ്. ഓരോ തങ്ങന്മാർ ഓരോന്നിനാണ്, ഓരോ ബീവിമാർ ഓരോന്നിനാണ്, ഓരോ ഖബർ ഓരോന്നിനാണ്. അതുണ്ടായത് ഫകുല്ലും മിൻഹും ലഹു ദരീഹുൻ ഖാസ്, ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ജാറങ്ങളാണ്. യതഖറബു ഇലൈഹി ബിഅൻവാഇൽ ഇബാദ, അവൻ വ്യത്യസ്തമായ ഇബാദത്തിലൂടെ അതിലേക്ക് സാമീപ്യം നേടാൻ ശ്രദ്ധിക്കുന്നു. വകുല്ലു ത്വരീഖത്തിൻ മിൻ തുറുഖി സൂഫിയ്യ ലഹാ ശൈഖുൻ, സൂഫി വഴികളിലെ ഓരോ ത്വരീഖത്തും അതിന് ഓരോ ഷെയ്ഖാണ്. ഈ ത്വരീഖത്തിന് ഷെയ്ഖ് മറ്റവന് പറ്റൂല, അതിൻ്റെ ഷെയ്ഖിന് ഇവന് പറ്റൂല. ഓരോ ത്വരീഖത്തിന് ഓരോ ഷെയ്ഖ്. ഇത്തഖദഹു മുരീദൂഹു റബ്ബൻ മിൻ ദൂനില്ലാഹ്, അതിൻ്റെ മുരീദുകൾ അയാൾ റബ്ബാക്കി സ്വീകരിക്കുന്നു.
യശ്റഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ലം ബിഹില്ലാ. ആ ശൈഖ് അവർക്ക് ശരീഅത്ത് ഉണ്ടാക്കി കൊടുക്കുന്നു. അള്ളാഹ് അനുവദിച്ചിട്ടില്ലാത്ത ശരീഅത്തുകളെ ആ ശൈഖ് എന്തു പറഞ്ഞാലും ചെയ്യാം. ശൈഖ് ഏത് ദിക്ർ ഉണ്ടാക്കിയാലും ഓൻ ചൊല്ലാം. ശൈഖ് എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുക. ഇങ്ങനെയായി മാറിയിരിക്കുന്നവർ വഹാകദാ തലാഅബ ശൈത്വാനു ബിബനി ആദം, ഇപ്രകാരമാണ് പിശാച് മനുഷ്യരെ കൊണ്ട് കളിച്ചത്. വലാ നജാത മിൻ ശർരിഹി വമക്രിഹി ഇല്ലാ ബിതൗഹീദില്ലാഹി വൽഇഅ്തിസാബി കിതാബിഹി വസുന്നത്തി റസൂലിഹി. അതായത് രക്ഷപ്പെടാനുള്ള ഏക വഴി തൗഹീദ് സ്വീകരിക്കുക, കിതാബും സുന്നത്തും സ്വീകരിക്കുക എന്നല്ലാത്ത വേറെ വഴികളൊന്നുമില്ല. നസ്അലുല്ലാഹ യുരിയന ഹഖ്ക ഹഖ്കൻ വയർസുഖ ഇത്തിബാഅ വയുരിയന ബാത്തില ബാത്തില വയർസുഖ ഇജ്തിനാബ ഇന്നഹു ഹുവ മൗലാനാ ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹഖ് ഹഖായി മനസ്സിലാക്കാനും അത് പിൻപറ്റാനും പടച്ചറബിനോട് നാം കാവലിനെ തേടുന്നു. ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ വിട്ടുനിൽക്കുവാനും നാം റബ്ബിനോട് തേടുന്നു. ഇന്നഹു മൗലാന, അവനാണ് നമ്മുടെ മൗല, അവനാണ് സഹായി, അവനാണ് എല്ലാം ഏൽപ്പിക്കപ്പെടുന്നവൻ എന്ന പ്രാർത്ഥനയോടെ ആ ഭാഗം ശൈഖ് അവിടെ അവസാനിപ്പിച്ചു. ഇനി ഖത്റു ശിർക്കി ഉജൂബുൽ ഹദ്രി മിൻഹു ബിതജന്നുബി അസ്ബാബിഹി, ശിർക്കിൻ്റെ ഗൗരവം, ഷിർക്കിൻ്റെ എല്ലാ വഴികളും അസ്ബാബുകളും അതിനെല്ലാം വിട്ടുനിൽക്കണമെന്നും പറയുന്ന ഭാഗമാണ് ഇനി ഇൻഷാ അല്ലാഹ് ഉള്ളത്. അടുത്ത പ്രാവശ്യം നമുക്കത് എടുക്കാം. ഏതായിരുന്നാലും റബ്ബ് സുബ്ഹാനഹു വ തആല ശരിയായ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മുവഹിദുകളായി ഷിർക്കിൻ്റെ എല്ലാ അംശങ്ങളിൽ നിന്നും മുക്തമാകുന്നവരായി അപ്പോൾ നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.